സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസം, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച. ഇന്നലെ വന്നപ്പോൾ വളരെ ശാന്തം, അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വന്നപ്പോൾ എന്താ പറയുക, അമ്മ പറയും പൂരത്തിൻ്റെ ജനന്ന്, അകത്ത് കയറാൻ പറ്റിയില്ല, അവർ വിഷമത്തിലായിരിക്കണേ. സാരല്ല, സർവവ്യാപിയല്ലേ ശ്രീ ഭഗവതി. വേദം പഠിപ്പിക്കുന്ന ആചാര്യൻ ഗുരുവായൂര് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വേദം ജപിക്കാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുത്തും. അപ്പോൾ ഞാൻ സാറോട് പറയും, ഒന്ന് പോയി ഓടി തൊഴുത് നടക്കുന്നു വരാമെന്ന് പറഞ്ഞാൽ സാറ് പറയും, ഉപനിഷത്ത് കൂടെ പോയിട്ടും ഇങ്ങടൊന്നും നന്നായില്ലല്ലോ എന്ന്. കാരണം സാറ് അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞാൻ ആ ഒരു വാക്ക് ഓർത്തിട്ട് അങ്ങോട്ട് സമാധാനിച്ചു. പക്ഷെ നമ്മൾ സാധാരണ ലൗകികർക്ക് എത്രയായാലും അവിടെ വന്നാൽ ആ തിരുവിടൽ കണ്ട് അവിടെ ഒരു 4 മുട്ട അങ്ങോട്ട് തല കൊണ്ട് അറക്കണം അല്ലേ, മുട്ട അങ്ങോട്ട് തീർക്കും അവിടെ. അപ്പോൾ ഒരു സന്തോഷം. ഏതായാലും ശ്രീ ഭഗവതി തീരുമാനിച്ചതേ നടക്കൂ, നമ്മൾ ആഗ്രഹിച്ചതൊന്നുമല്ല നടക്കുക. ഇന്നലെ രാമായണത്തിലൂടെ നമ്മളങ്ങനെ യാത്ര ചെയ്തു. രാമായണം രാമസ്യ അയനം, രാമൻ്റെ സഞ്ചാര. അപ്പോൾ ഒരിക്കലും ശ്രീരാമദേവന് ഒരു ഭാഗത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അതാണ് രാമായണങ്ങൾ. കൂടെ ആരുണ്ടായിരിക്കും? ശ്രീ ഭഗവതിയായ സീതാദേവിയും ലക്ഷ്മണനും ശേഷനാഗനാണ്. ഇന്നലെ മഹാരണ്യത്തിലൂടെ നമ്മളങ്ങനെ പോയി. മഹാരണ്യ പ്രവേശം. എല്ലാവരും ഇപ്പോൾ മഹാരണ്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ വീട് തന്നെ ആരണ്യം, കാട്. ഒരു കാടായ അതിനുള്ളിൽ ഒരുപാട് ക്രൂരമൃഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, ഘോര രാക്ഷസരുണ്ടായിരിക്കും, സർപ്പങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നിർത്തിയത്. ഇന്ന് കൂടുതൽ പൊതുവായ പ്രഭാഷണം തരാൻ നമുക്ക് സമയം കിട്ടില്ല ഇന്നലത്തെ പോലെ. കാരണം ഇന്ന് 5 ഭാഗം പറയാനുണ്ട്. തത്വം നിറഞ്ഞ ഒരുപാട് ഭാഗങ്ങളാണ് പറയാനുള്ളത്. ഇന്നലെ 3 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ശ്രീരാമചന്ദ്രൻ മഹാരണ്യത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. നമ്മളെല്ലാം ഒരു കൊടുങ്കാട്ടിൽ തന്നെയാണ്. അവിടെ നമുക്ക് സ്വന്തമായി കുറച്ച് പേരുണ്ട്. അവരൊക്കെയാണ് എന്ത്, ഈ മൃഗങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഇനിയിപ്പോൾ ആരണ്യത്തിലൂടെ പോവുകയാണ്, ജീവിതത്തിൽ എന്തായാലും കയറിക്കൂടി പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ടോ? ഭയം ഉണ്ടാവാതിരിക്കാനാണ് രാമനാമം എന്ന് ഇന്നലെ പറഞ്ഞു. കാട്, ആരണ്യം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതാ. ആ ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾ രാമനാമത്തെ ആശ്രയിച്ചോളൂ എന്നാണ് രാമായണം പറയുന്നത്. ഇനി രാമൻ ദണ്ഡകാരണ്യത്തിൽ ആദ്യം കാണുന്നത് ഒരു മഹർഷിയെ അല്ല. ഇന്നലെ ഒരു മഹർഷിയെ കണ്ടു. ആരാ? അത്രി മുനി. അത്രി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശദമായിട്ട് പറഞ്ഞിരുന്നു. എല്ലാ ഗുണങ്ങളെയും അല്ലെങ്കിൽ ത്രിഗുണങ്ങളെയും അതിജീവിച്ചവനായിരുന്നു അത്രി മഹർഷി. എല്ലാ മാമുനീശ്വരന്മാരും സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ എന്നാണ് രാമായണം പറയുന്നത്. ഇവിടെ ദണ്ഡകാരണ്യത്തിനുള്ളിലേക്ക് ചെന്നപ്പോൾ മഹർഷീശ്വരന്മാരെ ഒന്നും അല്ല ശ്രീരാമദേവൻ കണ്ടത്. ആരെ ആദ്യം കണ്ടത്? അവിടെ ഘോരരൂപം പൂണ്ട ഒരു രാക്ഷസനെയാണ്. അതാണ് ഇന്നത്തെ ഭാഗം. വിരാധ വധം. വിരാധൻ എന്ന
വലിയ ഒരു രാക്ഷസനെ നേരിടേണ്ടി വന്നു ശ്രീരാമചന്ദ്രന്. ഇതുവരെ മഹർഷീശ്വരന്മാരെ കണ്ടു, അല്ലെങ്കിൽ ഇത്തിരി മൃഗങ്ങളെ കണ്ടു, ക്രൂരസർപ്പങ്ങളെ കണ്ടു, അത്രേ ഉണ്ടായുള്ളൂ. ഘോര രാക്ഷസന്മാരുണ്ട്, സീതയെ ശ്രദ്ധിക്കണം എന്ന് ഇന്നലെ മുതൽ അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ഭഗവാൻ ധർമ്മത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ധർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ആദ്യം നേരിടേണ്ടത് പുറത്തെ ശത്രുവിനെ അല്ല, നേരെ മറിച്ചോ നമ്മുടെ ഉള്ളിലുള്ള വിരാധ സ്വഭാവത്തെയാണ്. രാക്ഷസന്റെ പ്രത്യേകത എന്താ? നല്ലതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അക്ഷസ എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്കുള്ളിൽ രാത്രി അല്ലെങ്കിൽ ഇരുട്ട് ഉള്ളവരാണ് രാക്ഷസന്മാര്. അപ്പൊ എല്ലാവരും രാക്ഷസരാണോ? അല്ല, മനുഷ്യർക്കിടയിലും നമുക്ക് രാക്ഷസന്മാരെ കാണാം എന്ന് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇന്നലെ എവിടെയാ നിർത്തിയത്? ശ്രീരാമചന്ദ്രൻ മഹാരണ്യത്തിൽ പ്രവേശിച്ചിട്ട് വലിയൊരു തടാകം കണ്ടു. ആ തടാകത്തിൽ ശുദ്ധമായ ജലം, ഒരുപാട് വിവിധ തരം പൂക്കൾ എല്ലാം കണ്ടു. ഈ പൂക്കളെല്ലാം കണ്ട് അവർ ആ തടാകത്തിൽ ഇറങ്ങി ഇത്തിരി വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് കുടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുറേ യാത്ര ചെയ്തതാണ് കാനനത്തിനുള്ളിലൂടെ. ക്ഷീണിച്ചിട്ട് ഒരു മരച്ചുവട്ടിൽ അവരങ്ങനെ വിശ്രമിച്ചു. അത് പറഞ്ഞാണ് ഇന്നലെ നിർത്തിയത്. ആരൊക്കെ? ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണദേവനും. ഇങ്ങനെ കുറച്ച് സമയം അവർ ആ മരച്ചുവട്ടിൽ അങ്ങനെ ഇരുന്നു. വളരെ അധികം ഉയരമുള്ള ഒരു സത്വം എന്ന് പറയാം. രാക്ഷസനെ ആദ്യം കണ്ടാലല്ലേ നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ. വലിയ ഒരു രൂപം. സാധാരണ ഇവർ കുട്ടികളാണ്. എത്രയോ ഇരട്ടി ഉയരം ഉള്ള ഒരു രാക്ഷസൻ. ആ രാക്ഷസൻ ഇവർക്ക് നേരെ വരുന്നതാണ് ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നും കാണുന്നത്. ഒരു ഭീകര സത്വം, ഘോരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അതാണ് വിരാധൻ എന്ന രാക്ഷസൻ. ആ വിരാധനെ വധിക്കുകയാണ് ഇന്ന് ആദ്യം തന്നെ ചെയ്യുന്നത്. ഇനി ഈ രാക്ഷസൻ വലിയ ശബ്ദം പുറപ്പെടുവിച്ച് ഇവരുടെ അടുത്തേക്ക് വരും തോറും ഗുഹ പോലെ വലിയ ഒരു വായുണ്ട്, അതിങ്ങനെ തുറന്നു പിടിക്കുന്നുണ്ട്. രാക്ഷസന്റെ വായ തുറന്നാൽ എന്താ കാണുക? 2 ഘോര ദംഷ്ട്രകളുണ്ട്, ചുവന്ന കണ്ണുകളുണ്ട്. ഇനി ഇടത്തെ കയ്യിൽ വലിയൊരു ശൂലം പിടിച്ചിട്ടുണ്ട്. ആ ശൂലത്തിൽ പലതും കോർത്ത് വെച്ചിട്ടുണ്ട് എന്നാ രാമായണം പറയുന്നത്. അതെങ്ങനെയാന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഈ ശൂലത്തിൽ ഒരു ആനയെ കോർത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ജീവിയാ അല്ലേ? ഇവിടെ ആന മാത്രമല്ല, കടുവ, സിംഹം, പോത്ത്, പന്നി, ഇങ്ങനെ മാന്, എന്തെല്ലാം ജീവജാലങ്ങളെ കൊന്നു തിന്നാൻ പറ്റുമോ രാക്ഷസന്, അവയെ എല്ലാം ഈ കുന്തത്തിൽ കോർത്ത് ഇടത്തെ തോളിലിട്ടിരിക്കുക. ചില സമയത്ത് അവൻ ഓടി വരുമ്പോൾ ഈ കുന്തത്തിൻ്റെ ഒരു മുനയിൽ 3 മുന ഉണ്ടായിരിക്കുമല്ലോ, നിലവിളിക്കുന്ന മനുഷ്യരെ, താപസന്മാരെയും ശ്രീരാമചന്ദ്രൻ കണ്ടു. ഇങ്ങനെ ഘോരമായ ഒരു രൂപം അടുത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പണ്ടത്തേക്ക് രാമായണത്തിൽ ചിത്രസഹിത വർണ്ണന കാണുക. അപ്പോൾ വലിയൊരു സത്വം പോലെ ഒരു രാക്ഷസൻ ഇതുപോലൊരു കുന്തത്തിൽ പല ജീവികളെ കോർത്ത ചിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് മനസ്സിലാവും. ഇവിടെ ഈ പച്ച ഇറച്ചി കടിച്ച് വലിച്ച് ഉറക്കെ അലറിക്കൊണ്ടാണ് ഈ വിരാധൻ്റെ വരവ്. ശ്രീരാമചന്ദ്രൻ ഇത് കണ്ടപ്പോൾ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണെങ്കിലും ഭഗവാന് സാധാരണക്കാരെ പോലെ അഭിനയിക്കേണ്ടി വരികയാണ് രാമായണത്തിൽ. ഒരു സാധാരണ കുട്ടി, ബാലകനാണ്, കല്യാണം കഴിപ്പിച്ചു വിട്ടു. അത് ആകസ്മികമായി സംഭവിച്ചതല്ലേ, ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്ന പോലെ. അങ്ങനെ വില്ലൊടിച്ചപ്പോൾ ഇതാ സീതയും കൊണ്ടേക്കോളൂ പറഞ്ഞ് കൊടുത്തതാ. ഇങ്ങനെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ഭാര്യാസമേതനായി പോയ ഈ ശ്രീരാമചന്ദ്രന് കുട്ടികളുടെ സ്വഭാവമുണ്ട്. കണ്ടതും പേടിയായി. ഭഗവാന് പേടിയായി എന്ന് പറയുമ്പോൾ സീതാദേവിക്കും പേടിയാവൂലോ. സീതാദേവി ഭയന്നിങ്ങനെ ചൂളിയിരിക്കുന്നു കണ്ടു. ആ സമയത്ത് ലക്ഷ്മണനോട് പറയാണ് ശ്രീരാമചന്ദ്രൻ, ഹേ ലക്ഷ്മണ, നീ നല്ല ഒരു വില്ല് ഊരി കയ്യിൽ പിടിച്ചോളൂ. കാരണം രാക്ഷസന്മാർ വരുന്നുണ്ട്. വലിയ വലിയ രാക്ഷസന്മാർ വരുമ്പോൾ അമ്പ് തൊടുത്ത് ഇവിടെ ജാഗ്രതയോടെ നീ നിൽക്കണം എന്ന്. ഇത്രയും പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ ജാഗരൂകനായി നിന്നു. സീതയോട് എന്താണോ ഭഗവാൻ പറയുന്നേ? നിങ്ങൾ ഇന്ന് രാവിലെ മാഷം ഇങ്ങനെ വായിച്ചു പോയപ്പോൾ കണ്ട വരിയാണ്, വല്ലഭേ ബാലേ സീതേ പേടിയായി ഗേതുമെടോ
വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ. ഹേ സീതേ, നീ ഭയപ്പെടണ്ട, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. സീത ഭയന്നിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്. എങ്ങനെയെങ്കിലും അല്ലേ, നമ്മുടെ കുട്ടികളും പറയും അമ്മ പേടിക്കുന്നു വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടാം. ആ രാമായണത്തിൽ നിന്ന് വന്ന വാക്കാണത്. ഈ രാക്ഷസൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് എത്തി. അപ്പൊ പറയാണ്, കഷ്ടം കഷ്ടം, ഈ ദുഷ്ടജന്തുക്കളുള്ള കാനനത്തിൽ നിങ്ങൾ ബാലകന്മാരെന്തിനാ വന്നിരിക്കണേ? രാക്ഷസൻ അവരോട് ചോദിക്കുക. ഈ കാട്ടിൽ അതും മുനിവേഷം കൊണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കുട്ടികൾ ആരാണ്? പല ചോദ്യങ്ങൾ അങ്ങനെ വിരാതൻ ഈ സീത രാമനോടും ലക്ഷ്മണനോടും ചോദിച്ചു. സീതാദേവി ഒന്നും മിണ്ടിയില്ല. പേടിച്ച് കണ്ടാൽ തന്നെ അറയ്ക്കുന്ന രൂപം ചൂളി പിടിച്ച് പറകിലേക്ക് നിന്നു. ലക്ഷ്മണനും പറകോട്ട് മാറി നിന്നു, അമ്പും വില്ലും ഒക്കെ ധരിച്ചിട്ട്. പക്ഷേ ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് പരിചയപ്പെടുത്തുകയാണ്. 3 പേരെയും പരിചയപ്പെടുത്തി. ഞാന് ദശരഥന്റെ പുത്രനാണ്, അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രൻ, മൂത്തപുത്രൻ ശ്രീരാമചന്ദ്രൻ. ഇത് എൻ്റെ ഭാര്യയാകുന്ന സീതാദേവി, ഇതാണെങ്കിലോ എൻ്റെ അനുജൻ ലക്ഷ്മണൻ. ഈ 3 പേരെയും പരിചയപ്പെടുത്തി. ഞങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് കാനനത്തിലേക്ക് വന്നതാണ്. അച്ഛൻ തന്നെയാണ് ഞങ്ങളെ എങ്ങോട്ട് പറഞ്ഞയച്ച് വനവാസത്തിന് പറഞ്ഞയച്ചത് എന്ന് ഈ വിരാതനോട് പറയാണ്. പിന്നെ നിന്നെ പോലെ ഒരുപാട് രാക്ഷസന്മാർ ഈ കാനനത്തിലൂടെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ 3 ലോകങ്ങളെയും നിങ്ങളെപ്പോലെയുള്ളവരെ വധിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാനനത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നങ്ങോട്ട് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ. ഈ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ, ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അത് 100 തരത്തിലാവും. ശ്രദ്ധിക്കാം. ഇവിടെ ആരോടാ അത് പറയുന്നത്? വിരാതനോടാ. വെറും രാക്ഷസനാ, പച്ചമാംസമൊക്കെ തിന്ന് ആകെ കൂടെ ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാതെ അതിൻ്റെ സംസ്കാരം അദ്ദേഹത്തിന് ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ഇയാൾ എന്താ ചെയ്തെന്നറിയോ? പേടിച്ചതൊന്നും ഇല്ല, പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. രാക്ഷസൻ പൊട്ടി ചിരിച്ചു എന്ന് പറയുമ്പോൾ ആർക്കായാലും ഭയമാണ് തോന്നുക. ഇവിടെ പൊട്ടിച്ചിരിച്ച് വലിയൊരു മരം ഇങ്ങോട്ട് പിഴുതെടുക്കുക. അപ്പം രാക്ഷസന്റെ വലുപ്പവും ആരോഗ്യവും മനസ്സിലായില്ലോ. ആ വലിയ ഒരു മരം ഇങ്ങോട്ട് പിഴുതെടുത്തിട്ട് രാമനെ അടിക്കാൻ വേണ്ടി ഓങ്ങി. നല്ല കരുത്തുള്ളവനാണ് വിരാധൻ. എന്നിട്ട് പറയാണ്, ഞാൻ വിരാധനാണ്, നീ കേട്ടിട്ടില്ലേ? ഞാൻ നല്ല കീർത്തി കേട്ടവനാ. എന്ത് കാര്യത്തിൽ? ദുഷ്ടതരത്തിൽ കീർത്തി കേട്ടവനാ രാക്ഷസൻ. അതുകൊണ്ട് പറയാണ്, നീ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ല അല്ലേ? 3 ലോകത്തിലും ഞാൻ പ്രശസ്തനാണ്. അതെന്താ? സ്വയം ഒരു തോന്നലാ. നമുക്ക് തോന്നും നമ്മളെ എല്ലാവരും അറിയുന്നു, പക്ഷെ ആരും ഉണ്ടാവില്ല. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ എല്ലാവരും നോക്കും. ഒരു ദിവസം സാരി പിൻ ചെയ്യാൻ പറ്റിയില്ല, വിഷമായി. പക്ഷേ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ആ കണ്ണാടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മാത്രമേ ചിലപ്പോൾ ഈ പിൻ ചെയ്യാത്തത് കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ വിചാരം എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട് എന്നാ. അത് പക്ഷേ നമ്മൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമാണ് നമ്മളെ കാണുന്നത്. നമുക്ക് ആ നിമിഷം മാത്രമേ നമ്മളെ കാണാൻ പറ്റുന്നുള്ളൂ. അതിനുവേണ്ടി എത്ര സമയം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ചിലവാക്കാറുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ പറയാണ്, ഞാൻ വളരെ പ്രശസ്തനാണ്, നീ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ചോദിച്ചു. ഭഗവാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഈ കാനനത്തിനുള്ളിൽ വലിയൊരു രാക്ഷസൻ, എത്രയോ രാക്ഷസന്മാരുണ്ട്, ഓടിപ്പിടഞ്ഞ് നടക്കുന്നു. എങ്ങനെ കേൾക്കാനാ? നല്ലതൊന്നും ചെയ്യാത്തവരല്ലേ, നല്ലത് ചെയ്തവരെ തന്നെ ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നീ മൂഢനാണല്ലേ എന്ന് ചോദിച്ചു. കാരണം എന്നെക്കുറിച്ച് അറിയാത്തവരൊക്കെ പൊട്ടന്മാരാണ്. താപസന്മാർക്കെല്ലാം എന്നെ അറിയാം. അതുകൊണ്ട് അവരെല്ലാം ദൂരെ പോയി പേടിച്ച് ഒളിച്ചാണ് ജീവിക്കുന്നത്. ഇനി നിനക്ക് ജീവിക്കാൻ ആശയുണ്ടോ ശ്രീരാമ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ ഒരു ഉപായമുണ്ട്. ക്ലോസ് വയ്ക്കുകയാണ്. നിങ്ങളിന്ന് ഞാൻ കൊന്നു തിന്നുന്നില്ല. ഈ സുന്ദരിയായ സ്ത്രീയെ, സീതാദേവിയെ എനിക്ക് തന്നോളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ 2 പേരും ഈ ആയുധങ്ങൾ എനിക്ക് തന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയിക്കോളൂ. അപ്പം എന്താ വേണ്ടത്? ഈ സുന്ദരിയായ കന്യകാരത്നത്തെ അദ്ദേഹത്തിന് വേണം, ആയുധങ്ങളും വേണം. നിങ്ങൾ ബാലകന്മാരല്ലേ, നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞ് അവരെ അയക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഇളകുന്നില്ല എന്ന് കണ്ടപ്പോൾ പറയാണ്, അല്ല പോവാൻ താല്പര്യം ഇല്ലാലേ, എങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഭക്ഷണമാക്കും എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കടിച്ചു വലിച്ച് തിന്നും രാക്ഷസന്മാരെ എന്നാ പറയുന്നത്.
ഇത് കണ്ടിട്ടും സീതാദേവി പിറകിൽ ചൂളി പിടിച്ച് നിൽക്കുന്നു. ലക്ഷ്മണൻ പേടിച്ചു. ശ്രീരാമചന്ദ്രൻ ഒരിളക്കവും ഇല്ല. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ എന്താ ചെയ്യുന്നതെന്നറിയോ? സീതയെ ഒന്നുകൂടി മറഞ്ഞു മുന്നിലോട്ട് കയറി നിന്നു. സീതയ്ക്ക് ഭയാണല്ലോ. ആ സമയത്ത് വിരാധന് മനസ്സിലായി സീതയെ ആണ് ഇവരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എവിടെ കയറി പിടിക്കാം? ഒരാളുടെ വീക്ക്നെസ് എന്താ മനസ്സിലായ അവിടെ കയറിയാണല്ലോ വലിയ 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 ആൾക്കാർ പിടിക്കുക. സീതയെ ആക്രമിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സീതയുടെ കയ്യിൽ കടന്നങ്ങോട്ട് പിടിച്ചു. വലിയൊരു സത്വം. ഒരു സ്ത്രീയെ കടന്നു പിടിച്ചാലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ശ്രീരാമചന്ദ്രന് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഈ വിരാധൻ്റെ കൈകൾ രണ്ടും മുറിച്ച് കളഞ്ഞു. ഒരു കൈ കൊണ്ടേ പിടിച്ചുള്ളൂ, രണ്ട് കൈയും മുറിച്ചു. ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചാൽ അത് വിദ്വേഷത്തിലാണെങ്കിലും ഭക്തി കൊണ്ടാണെങ്കിലും ഭഗവാനെ ഇരട്ടിയാ തരാം. നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് വീട്ടിലിരുന്ന് ആഗ്രഹിക്കൂലേ? ഇന്നിപ്പോൾ ഇവിടെ എത്തിയവരൊക്കെ എന്താ, കാടാമ്പുഴ പോകണം, ശ്രീ ഭഗവതിക്ക് ഒരു മുട്ട ഇറക്കണം അല്ലേ, കർക്കടകാണ്, ഒന്ന് തൊഴണം, ഞായറാഴ്ചക്ക് ഒഴിഞ്ഞിട്ടതാ. അവരിവിടെ നിന്ന് എത്തണം എന്നുള്ളത് ആരെ തീരുമാന? ഭഗവതിയുടെ തീരുമാന. കാരണം നമ്മൾ ഒരു തവണ ആഗ്രഹിക്കുമ്പോൾ ഭഗവതി 100 തവണ ആഗ്രഹിക്കുത്രേ ആ ഭക്തനെ എൻ്റെ തിരുനടയിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്ന്. ഭക്തൻ അവിടെ എത്തുന്നതാണ് ഭഗവതിക്കും ഭഗവാനും ഇഷ്ടം. ഭഗവാൻ ഇവിടെ എന്താ ചെയ്തേന്നോ? ഒരു കൈ കൊണ്ടല്ലേ നീ സീതാദേവിയെ പിടിച്ചത്? ലക്ഷ്മി ഭഗവതിയാണ്. 2 കൈയും അങ്ങോട്ട് അറുത്തു, അമ്പും വില്ലും ഉപയോഗിച്ചിട്ട്. ഈ സമയത്ത് ദേഷ്യം വന്നു വിരാധന്. വായും പിളർന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ നേരെ തിരിഞ്ഞു. അപ്പം എന്താ ചെയ്ത്? ഏതായാലും നീ ഓടിയും കൊണ്ടല്ലേ വന്ന് 2 കാലും അങ്ങോട്ട് അറുത്ത് കളഞ്ഞു. ഈ 2 കാലും അറുത്തപ്പോൾ ദേഷ്യം കൊണ്ട്, ഈ ദുഷ്ടന്മാർക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും. സാധാരണക്കാർക്ക് ഒന്ന് ദേഷ്യം വന്നാലും അത് അപ്പം തന്നെ ശമിക്കും. കാരണം വികാരങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇവിടെ ദേഷ്യം കൊണ്ട് ഈ പാമ്പ് എഴയുന്ന പോലെ, കാല് മുറിച്ച് കളഞ്ഞില്ലേ, പാമ്പ് എഴയുന്നത് പോലെ ഈ വിരാധൻ എഴഞ്ഞു വന്നിട്ട് വീണ്ടും ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കാലും അറത്തു, കൈയും അറത്തു. ഈ കോപത്തോടെ വീണ്ടും വന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വായ പിളർന്നു മിണുങ്ങാനല്ലേ തുടങ്ങുക. ഒരു ശരം എടുത്ത് ശ്രീരാമചന്ദ്രൻ അവൻ്റെ കഴുത്തങ്ങോട്ട് അറുത്ത് കളഞ്ഞു. ഈ കഴുത്ത് അറുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചുല്ലോ. വിരാധവധം എന്ന ഭാഗം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ തത്വം കൂടി മനസ്സിലാക്കണം. അതിനു മുമ്പ് ഈ വിരാധന് നമ്മൾ പറയില്ലേ, നമ്മളുടെ ബോഡി ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ആത്മാവ് ഒന്നുകിൽ നരകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തേക്ക് പോവും, അതും അല്ലെങ്കിൽ ഭഗവാനിൽ വിലയം പ്രാപിക്കുന്ന. ഇവിടെ സീതാദേവി ഇത് കണ്ടപ്പോൾ ഭയമൊക്കെ മാറി, വിരാധനെ വധിച്ചുല്ലോ, ഭഗവാനെ ഒന്നായിട്ട് ആശ്ലേഷിച്ചു. ആ സമയത്ത് ആകാശത്ത് നിന്ന് ദേവദുന്ദുബികൾ മുഴങ്ങി. സുന്ദരിമാർ, അപ്സരസുകൾ നൃത്തം വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാദ്യഘോഷങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. കാരണം ദേവന്മാർക്ക് ശത്രുക്കളാണ് അസുരന്മാർ, ഈ രാക്ഷസന്മാർ. അതുകൊണ്ട് ദേവന്മാരെല്ലാം സന്തോഷിച്ചു. രാക്ഷസനെ വധിച്ചപ്പോൾ ഭൂമി ദേവി സന്തോഷിച്ചു. കാരണം ഭൂമിയുടെ ഭാരം പകുതിയും കുറഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ ആകാശത്ത് ഒരു സുന്ദര രൂപം പ്രത്യക്ഷമാവുകയാണ്. ഏതാ ഈ സുന്ദര രൂപം? വിരാധൻ മരിച്ചങ്ങനെ കിടക്കുക. ആ വിരാധൻ്റെ ശരീരത്തിൽ നിന്നും എന്ത് ഉയർന്നു വന്നു? ഒരു ശുഭ്രവസ്ത്രം ധരിച്ച ഒരു രൂപം. നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. കണ്ടാലോ ഒരു സൂര്യ തേജസ്സുള്ള വ്യക്തി. ഈ സൂര്യ തേജസ്സുള്ള ആ ഒരു ഗന്ധർവനാണത് ശരിക്കും. ശ്രീരാമചന്ദ്രൻ നോക്കി നിൽക്കെ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ഭഗവാന്റെ ഒരുപാട് സ്തുതികൾ രാമായണത്തിൽ കാണാം. ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ ഇതിലും വലിയൊരു സുഖം നമുക്ക് വേറെ ഇല്ല. ഇവിടെ എന്താ സ്തുതിക്കുന്നതെന്ന് നോക്കൂ. വിരാധവധം എന്നുള്ള ഭാഗത്ത് കഴിഞ്ഞ വർഷം വന്ന ആചാര്യന്മാർ അണ്ടർലൈനൊക്കെ ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തി കമലാപദേ ധരാപദേ. ഹേ ശ്രീരാമചന്ദ്ര, ഞാനൊരു വിദ്യാധരനാണ്, അതായത് ഗന്ധർവൻ. അങ്ങ് കരുണാമയനാണ്. അതുകൊണ്ട് തന്നെ ഹരേ ശ്രീരാമചന്ദ്ര, അങ്ങെനിക്ക് മോക്ഷം തന്നു. സത്യത്തിൽ ഞാൻ ഒരു വിദ്യാധരൻ, ഗന്ധർവനാണ്. ശാപം മൂലം രാക്ഷസനായി മാറിയതാണ്. ആരെ ശപിച്ച്? ദുർവാസാവു മഹർഷി. മൂക്കത്ത് ശുണ്ടിയുള്ള ആളല്ലേ.
ശിവന്റെ അംശാവതാരം തന്നെയാണ് ദുർവാസാവ് മഹർഷി. ഇന്ന് ശിവന്റെ മറ്റൊരു അവതാരത്തെ നമ്മൾ കാണും, അഗസ്ത്യമുനി. ഇവിടെ അങ്ങോട്ട് സ്തുതിച്ചു, ഒരുപാട് സ്തുതികൾ അവിടെ വരുന്നുണ്ട്. ദുർവാസാവിൻ്റെ ശാപം നിമിത്തമാണ് ഞാൻ രാക്ഷസനായി മാറിയത്. അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യം ഉള്ളത് കൊണ്ട് ഞാൻ എന്തായി മാറി? ഇപ്പോൾ വീണ്ടും ഒരു വിദ്യാധരൻ ഗന്ധർവനായി മാറി. എനിക്ക് ശാപമോക്ഷം ലഭിച്ചു. ഇനി മുതൽ സദാ ഞാൻ അങ്ങയെ സ്മരിച്ചിരുന്നോളാം എന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രഭാഷണത്തിൽ ഭക്തജനങ്ങളായ നമ്മൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഭാഗമാണത്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് നോക്കൂ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ രാമ രാമായ ആത്മാ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. ഹേ ശ്രീരാമചന്ദ്ര, നമുക്കെല്ലാം ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എപ്പോഴെങ്കിലും ഓടി വന്ന് ആ തിരുനടയിൽ നിന്ന് തൊഴുത് ഓടിപ്പോകാതെ എന്തെല്ലാമാണ് പ്രാർത്ഥിച്ചു നോക്കൂ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം. എന്തെല്ലാം വർത്തമാനം അല്ലേ. ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിലും ഗുരുവായൂർ നോക്കിയിട്ടുണ്ടോ, പലരും ആ സഹസ്രനാമത്തിൻ്റെ ഒരു കുട്ടി പുസ്തകം ഉണ്ടാവും അവരുടെ ബാഗിൽ. ഉള്ളിലേക്ക് വലിയ ബാഗൊന്നും കടത്തില്ല. അപ്പം അമ്മമാർ പുസ്തകത്തിൻ്റെ വലുപ്പം ചുരുക്കി ഒരു കുട്ടി വിഷ്ണു സഹസ്രനാമം ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ബാഗിൽ ഒരു ചെറിയ ലളിതാ സഹസ്രനാമം വെച്ചാൽ ഈ ക്യൂവിൽ നിന്നാൽ സംസാരിക്കാതെ കഴിക്കാം. എന്ത് സുഖമായിട്ടാ. സഹസ്രനാമങ്ങളിൽ എത്രയോ പുണ്യം കൂടിയ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നാമമാണ് ലളിത സഹസ്രനാമം. ശ്രീ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമം. സമ്പത്തിനല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക, മുട്ടുകളൊക്കെ തീരാൻ. ഏറ്റവും സമ്പത്ത് ഉണ്ടാവണോ എന്നും രാവിലെ വേണ്ട, എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ലളിതാ സഹസ്രനാമം ജപിച്ചോളൂ കേട്ടോ എന്ന് ഗ്രന്ഥങ്ങൾ പറയുക. ഇവിടെ എന്താ പറഞ്ഞ്, ഒരു രാക്ഷസനായിട്ട് അയാൾ മോക്ഷം കിട്ടിയപ്പോൾ പറയാ, വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം. ഹേ ശ്രീരാമചന്ദ്ര, എൻ്റെ വാക്കുകൾ എന്തിനായിരിക്കണം? നാമകീർത്തനം ചെയ്യാനായിരിക്കണം. ഇനി പിന്നെ നമുക്ക് രണ്ടാമതുള്ളത് കയ്യാ. മനസ്സൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും കൈ ഇങ്ങനെ തുരുപ്പിടിക്കും ഒരു സ്ഥലത്തില്. പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ വന്നപ്പോൾ മാഷ് പറഞ്ഞു, ഇന്ന് പൂവുണ്ട്, ഇത്തിരി അർച്ചിച്ചോളൂ കേട്ടോ. അതിലും വലിയൊരു പുണ്യം ഇല്ല. നമുക്ക് ഈ കൈ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരാളെ ചൂണ്ടാനല്ല. ഇങ്ങനെ ഒരാളെ ചൂണ്ടുമ്പോൾ മൂന്നാൾ തിരിച്ച് നമ്മളെ ചൂണ്ടുന്നുണ്ട്. ഇത് ഒരാൾ മുകളിൽ സർവസാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഭഗവാൻ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാ? കൈ കിട്ടിയത് അർച്ചന ചെയ്യാനാണ്. നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണ, കയ്യെന്തിനാ കണ്ണ, കയ്യെന്തിനാ. അപ്പൊ തോന്നും ബ്രാഹ്മണരല്ലേ പൂജിക്കൂ, നമുക്കും പൂജിക്കാം. അതുകൊണ്ടല്ലേ ഇപ്പം ഇവിടെ ഈ നവരാത്രി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ വെച്ചത്. കൈ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ അർച്ചന ചെയ്യണം എന്ന് നമ്മളോട് പറയാ. എന്നിട്ട് പിന്നെന്താ? പിന്നെ മൂന്നാമത് നമ്മൾ ചെവിയ. ഇനിയിപ്പോൾ നമ്മൾ നാമം ജപിക്കാനിരുന്നു, കൈകൊണ്ട് അർച്ചനയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തുനിന്ന് കുട്ടി അമ്മ എന്ന് വിളിച്ചാൽ മതിയില്ലേ, കോൺസെൻട്രേഷനൊക്കെ പോയി. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. ഇപ്പം ആ തല മുതൽ ഇവിടെ വരെ താഴെ വരെ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ ക്യൂവിൽ ആൾക്കാരുണ്ട്. എന്തെല്ലാം അവർ കേൾക്കുന്നു. എത്ര പേരായിരിക്കും ചെവി തന്ന് ഈശ്വര കഥ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ പറയുന്നത് എന്താ ഇവിടെ? ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. എനിക്ക് ചെവി കിട്ടിയിട്ടുണ്ട്, കേൾക്കുന്നുണ്ട് എങ്കിൽ ഈശ്വര ഭഗവാനെ അങ്ങയുടെ കഥ കേൾക്കാൻ ഒരു അവസരം തരേണമേ. ഒരു പ്രഭാഷണം ഉള്ള ദിവസം ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ ഭഗവതി എന്നെ അനുഗ്രഹിക്കുന്നതാ. ഞാൻ നിമിത്തം മാത്രം. എത്രയോ ആചാര്യന്മാർ വന്നു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. ഒന്നുമല്ല. ഭഗവതി തീരുമാനിക്കുക ആരിവിടെ വന്നിരിക്കണം, ഏത് കഥ ഏത് ഭാഗം ഇന്ന ദിവസം പറയണം, ഏതെല്ലാം
ഭക്തജനങ്ങൾ ക്യൂവിൽ അതും കേട്ട് നിൽക്കണം എന്ന്. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഇനിയിപ്പോൾ ഇതൊക്കെ സമ്മതിച്ചു, ചെവി അടച്ചു, പിന്നുള്ളതാണ് കണ്ണുകൾ. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. കണ്ണെന്തിനാ? ഭഗവാന്റെ ആ സുന്ദരമായ രൂപത്തെ കാണാനാ. ഇവിടെ വന്നു കഴിഞ്ഞാലോ ആ ശ്രീ ഭഗവതി പൂമൂടലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ അതങ്ങോട്ട് കണ്ട് മനസ്സിലേക്ക് ആവാഹിച്ചൊരു നമസ്കാരം ചെയ്താൽ വല്ലാത്തൊരു സമാധാനമാണല്ലേ. ഇനി പറയാ അതും കഴിഞ്ഞാൽ പിന്നെ ഈ തലയുടെ ഉള്ളിലാണ് എല്ലാം ഇരിക്കുന്നത്. ആകപ്പാടെ കൂടിയിട്ട് എല്ലാ അപകടങ്ങളും ഇതിനുള്ളിലാണ്. ഏറ്റവും കനുള്ള അവയവവും തലയാണ്. അതുകൊണ്ടാണ് ഈ തല വെച്ച് ഇങ്ങനെ മുട്ടണത് നമസ്കരിക്കുമ്പോൾ. എല്ലാതും പോട്ടെ ദുരിതങ്ങളെന്ന് പറഞ്ഞിട്ട് ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം. ഈ ഉത്തമാംഗം തല കൊണ്ട് ഹേ ശ്രീ ഭഗവതി ശ്രീരാമചന്ദ്ര അങ്ങയെ നമസ്കരിക്കാൻ തോന്നിപ്പിക്കണമേ. മറ്റുള്ള മതസ്ഥരെ നോക്കിയിട്ടുണ്ടോ? അവർ പ്രാർത്ഥിക്കുമ്പോൾ നമസ്കാരം നിർബന്ധ, അതിനൊരു തഴമ്പ് വരെ വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ കുട്ടിയോടൊന്ന് നമസ്കരിക്കാൻ പറഞ്ഞു നോക്കൂ. അവിടെ ചെന്നാൽ ശ്രീലകത്തിന് മുന്നിൽ ഒന്നാമത് സെക്യൂരിറ്റിക്കാർ നീങ്ങ് ഇവിടെ അത്ര തന്നെ ഇല്ല തോന്നുന്നു. ഗുരുവായൂരൊക്കെ ചെന്നാൽ നമസ്കരിക്കാനൊന്നുള്ള സമയമില്ല. മുന്നോട്ട് 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാ ചെല്ലുക. പക്ഷെ എന്താ പറയണേ അറിയോ? നിങ്ങളിവിടെ അങ്ങനെ തൊഴുതോണ്ട് നിൽക്കണ്ട, ഞാൻ ഇവിടെ മാത്രമൊന്നുമല്ല, ഇനിയും നിങ്ങൾ ഉയരാനുണ്ട്. നേതി ഇതല്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. വേഗം മുന്നോട്ട് പോയിക്കോളൂ, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം. ഹേ ശ്രീരാമചന്ദ്ര ഈ തല കൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ തോന്നിപ്പിക്കണമേ. തോന്നില്ല അത്രേ ദുരിതം തീരുവോളേ. അവസാനം കുറച്ച് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാൽ തോന്നുത്ര ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എത്ര നമസ്കാരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി, ഇപ്പം മുട്ടോട്ട് മടങ്ങണമില്ല അല്ലേ. നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നോട് മുത്തശ്ശിമാർ പറയും ടീച്ചർ നമസ്കരിച്ചോളൂ, എനിക്ക് പറ്റില്ല കേട്ടോ. നാലമ്പലം പോയപ്പോൾ അവർക്ക് വേണ്ടിയും കൂടി നമ്മളൊരു നമസ്കാരമാണ്. കാരണം പാവം വയ്യാനിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ശരീരം നമ്മുടെ സ്വന്തമാണെന്ന് കരുതുന്ന ഈ ശരീരം പോലും നമ്മൾ പറഞ്ഞതനുസരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ. പിന്നെയാണോ മറ്റുള്ളവരെ ആ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പോവാനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കോ ഇവിടെ വന്നൊരു സത്സംഗം കൂടാനോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ എന്താ പറഞ്ഞത്? ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. അത് വിശദമായിട്ട് അടുത്ത ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ആരാണ് ശരിക്കും ഉത്തമ ഭക്തൻ? ആ ഭക്തനെ ഗുരുവിനെ നമ്മൾ എന്തിനാണ് സേവിക്കുന്നത് എന്ന് ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരുടെ ദാസനായി തീരണം ഞാൻ. കാരണം എന്താ? അങ്ങനെ ഒരു ഗുരുവിനെ, ഒരു ആചാര്യനെ നമുക്ക് സ്വന്തമായി കിട്ടുമ്പോൾ എല്ലാ സംശയങ്ങളും നമുക്ക് ചോദിക്കാം. ചില ആചാര്യന്മാർ, ഞാനൊക്കെ ചെറുതാവുമ്പോൾ കാത്ത് നിൽക്കും, ഞാൻ പ്രഭാഷണം കഴിഞ്ഞ് വരട്ടെ ഈ സംശയം ഒന്ന് ചോദിക്കാം. പക്ഷെ കാണാൻ പോലും അവരെ കിട്ടില്ല. അവർ പിറകിൽ കൂടെ ഇറങ്ങി തടിയെടുക്കും. ഒരു സംശയം ഉണ്ടോ എന്നൊരു വാക്ക് ചോദിക്കില്ല. അത് കാരണം വിഷമിക്കും. ഈ ഉത്തരം പറഞ്ഞു തരാൻ ആരുമില്ലേ. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സോഴ്സ് അല്ലേ നമ്മുടെ കയ്യിൽ. എന്താ? ഓൺലൈനിൽ ഗൂഗിൾ മാതാവ്, ഗൂഗിൾ ദൈവങ്ങൾ ഇരിക്കുക. ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, എങ്കിലും ഒരുപാട് ശരികളും നമുക്കവിടെ കാണാം. ഇങ്ങനെ വിരാതൻ്റെ ഗന്ധർവരൂപം ഭഗവാനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇത് ശരിക്കും നമുക്കുള്ള പ്രാർത്ഥനയാണ്. നമ്മളാണ് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് നോക്കൂ, നമസ്തേ രാമായ നമോ നമ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. ഹേ ശ്രീരാമചന്ദ്ര ആത്മാരാമ അങ്ങേക്ക് എൻ്റെ പ്രണാമം നമസ്കാരം. ഇന്നലെ പറഞ്ഞില്ലേ ആത്മാരാമൻ, ആത്മാവിൽ അനുഭൂതി കണ്ടെത്തുന്നവരാണ് ആത്മാരാമന്മാർ. നമ്മളെല്ലാവരും അങ്ങനെയായി മാറണം എന്നാ പറയുന്നത്. ഇനി ദേവലോകത്തേക്ക് പോവുകയാണ് ഗന്ധർവൻ. മോക്ഷം കിട്ടിയിട്ട്, ശാപം കിട്ടി രാക്ഷസനായതാണല്ലോ. എന്നെ അനുഗ്രഹിക്കണം ശ്രീരാമചന്ദ്ര, അടിയൻ ദേവലോകത്തേക്ക് പോവുകയാണ് എന്ന് പറയാ. ഇനി എന്താ അപേക്ഷിക്കുന്നത് എന്നറിയോ? ഒരൊറ്റ കാര്യം, നമുക്കും ജീവിതത്തിൽ അതേ ഉള്ളൂ അപേക്ഷിക്കാൻ ഭഗവാനോട്, ശ്രീ ഭഗവതിയോട്. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചീടായി അംബുജവിലോചന സന്തതം നമസ്കാരം. ഹേ അംബുജവിലോചന, താമരക്കണ്ണ, നിന്നെ മഹാമായ എന്നെ മോഹിപ്പിച്ചിടരുത്. മോഹിപ്പിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ കണ്ണും കാതും ഒക്കെ തുറന്നാലേ ലൗകികം 4 പോലുള്ള സുഖങ്ങളെ കുറിച്ച് ചിന്ത വരും. ഭഗവാൻ നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകും. ആ സമയത്ത് എന്താ? ഈശ്വര സ്മരണ ഇല്ലാതെയാവും. സദാസേവ്യ എല്ലായ്പ്പോഴും
ശ്രീരാമചന്ദ്രനെ ശ്രീ ദുർഗയെ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇപ്പം ഇതിനായിട്ട് ഒഴിഞ്ഞിട്ടും ഇല്ലേ, ഇവിടെ വന്ന് ക്യൂല അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ടിരിക്കും. ഭാഗവതത്തിലൊരു കഥയില്ലേ, ഒറ്റ വളയിട്ട് ഇടിച്ചപ്പോൾ ശബ്ദം ഉണ്ടായില്ലാലോ. ഒറ്റയ്ക്ക് വന്നു നോക്കൂ ക്ഷേത്ര ദർശനത്തിന്. നമുക്ക് അന്ന് ഇത്രയും പുണ്യം നേടാൻ മുമ്പൊരിക്കലും കഴിഞ്ഞില്ല എന്ന് മനസ്സിലാവും. ഭഗവാനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. വേറെ എന്ത് ചിന്തിച്ചാലും എന്താ കുഴപ്പമെന്നോ, മനസ്സിലേക്ക് വിഷമങ്ങളാ കയറി വരിക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ എത്ര സമയമാണ് നമ്മൾ ചിരിക്കുന്നത്? സന്തോഷത്തോട് കൂടിയിട്ടല്ല, ടെൻഷനാണ്. എപ്പോൾ നോക്കിയാലും ടെൻഷനാണ് അല്ലേ? ഇപ്പോൾ BP യുടെ വില ഗുളികയാണ് അത്ര ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ പ്രഷർ കൂടിയിട്ടേ. ഇനി ഭഗവാൻ പറയുകയാണപ്പോൾ അനുഗ്രഹിച്ചിട്ട് എന്തേ, തഥാസ്തു, നിന്നെ എൻ്റെ മഹാമായ ഒന്നും മോഹിപ്പിക്കില്ല. ഭഗവാൻ ഒരു വാക്കുകൂടി തരികയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്. മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ, ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. ആർക്കാ ഭഗവാനെ കാണാൻ പറ്റുക? തിരുനടയിലെത്തുന്നവർക്കൊക്കെ പറ്റുമോ? പറ്റിയെന്ന് വരില്ല. ക്ഷേത്രത്തിലെ ജീവനക്കാരോട് തന്നെ സംസാരിച്ച് നോക്കുകൊണ്ടു. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉയർന്നവരാണ് ഈ ഭഗവതിയുടെ സേവ ചെയ്യുന്നതെന്ന്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് അവരുടെ അടുത്ത് നിന്നാൽ മതി. കാരണം ഓരോ വ്യക്തികളും പലതരം സ്വഭാവക്കാരാണ്. അവരാ സമയം കൊണ്ട് അവരുടെ സ്വഭാവം പുറത്തേക്ക് എടുക്കും. ഇവിടെ പറയാണ്, മുക്തനല്ലേ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. ഇത്ര അടുത്ത് വന്നാലും നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയാ മുക്തി കിട്ടുക? ഭക്തി ഉണ്ടോ നിനക്ക് മുക്തി ഉറപ്പാണ്. ഭക്തി ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കണ്ടുകിട്ടും എന്ന് പറഞ്ഞു. ഈ വിദ്യാധരൻ ഇത് കേട്ടതോടുകൂടിയിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇനി അവസാനം രാമായണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വിരാതവധത്തിൽ പറയാ, ആരാണോ ഈ കഥ കേൾക്കുന്നത് അവർ എല്ലാ പാപങ്ങളും അകന്ന് മോക്ഷം പ്രാപിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മോക്ഷം കിട്ടിയോ? കഥ എല്ലാവരും കേട്ടില്ലേ? ഗോകർണനും ദുന്ദുകാരിയും കഥയില്ലേ ഭാഗവതത്തില്? ആർക്കൊക്കെയാ മോക്ഷം കിട്ടിയത്? ഗോകർണൻ സപ്താഹം നടത്തിയിട്ട് ദുന്ദുകരിക്ക് മാത്രം അല്ലേ? അപ്പൊ ചോദിച്ചു, ഞങ്ങളെല്ലാവരും സപ്താഹം കേട്ടൂലോ, ആരെയും കൊണ്ടുപോയില്ല. അപ്പൊ പറയാ, നിങ്ങൾ കേൾക്കേണ്ട പോലെ കേട്ടില്ല. എന്നിട്ട് 2ാമതും സപ്താഹം നടത്തി. അതുപോലെയാണ്. പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചവർക്ക് മോക്ഷം തന്നെ കിട്ടിക്കാണും. പക്ഷെ അവർക്ക് ആയുസ്, അവർക്ക് അളന്ന അന്നം, വെള്ളം ബാലൻസ് ഉണ്ടാവും. ചിലർ കണ്ടുണ്ടോ, വലിച്ചിങ്ങനെ കിടക്കും, ആളെന്നും അറിയില്ല. ഭക്ഷണമൊക്കെ ട്യൂബ് കൂടെ അങ്ങനെ പോകുന്നുണ്ട് ടീച്ചറെ എന്ന് പറയും വിളിച്ചാല്. അയാൾക്ക് അളന്ന അരി കഴിച്ചു കഴിഞ്ഞില്ല. അമ്മോട് ദേഷ്യപ്പെട്ടിട്ട് ഊണയിക്കാതിരുന്നില്ല ചെറുപ്പത്തില്. ആ അന്നത്തെ ഊണ് കഴിക്കാൻ ഒരു ദിവസം കൂടി ആയുസ് നീട്ടിയോടെ എടുക്കണേ നമ്മള്. അതുകൊണ്ട് മോക്ഷം കിട്ടാഞ്ഞത് എന്തുകൊണ്ടാ? നമ്മുടെ ആയുസ് തീരാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പറയാണ്. ഇനി ഈ ഭാഗം നമ്മളോട് പറയുന്ന തത്വം, അതായത് ഏതൊരു കഥ, രാമായണം എന്നല്ല ഏത് ഗ്രന്ഥവും വായിച്ചു കഴിഞ്ഞാൽ അതെന്ത് തത്വമാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം ഇതുവരെ പറഞ്ഞ കഥയൊക്കെ രാമായണത്തിലൂടെ പോകുന്ന എല്ലാവർക്കും അറിയാം. ഒരു വ്യത്യാസം ഉണ്ടാവും ചിലപ്പെങ്കിൽ. ഈ വാണികൾ കൊണ്ട് ആ ഒരു ഭാഗം ചിലപ്പെങ്കിൽ അത്ര ചിന്തിച്ച് വായിച്ചു കാണില്ല. അതൊരു ആചാര്യൻ പറയുമ്പോഴാണ് ഈ വരികൾക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. അതുപോലെ ആ ഭാഗം എന്ത് തത്വമാണ് നമ്മളോട് പറയുന്നത്? വിരാധൻ എന്ന രാക്ഷസൻ ഭക്തജനങ്ങളായ നമ്മളോട് എന്താ പറയുന്നത്? എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരുപാട് രാക്ഷസന്മാരെ കൊല്ലുന്നുണ്ട്. പ്രത്യേകിച്ചും ഭഗവതിയുടെ ഗ്രന്ഥങ്ങൾ, ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം ഒക്കെ എടുത്തു നോക്കൂ. മധുകൈടപന്മാരെയൊക്കെ വധിക്കുന്നു കാണുന്നില്ലേ? ഈ രാക്ഷസന്മാരെ എല്ലാവരെയും കൊന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? ആരാ രാക്ഷസന്മാര്? ഇപ്പോൾ വനയാത്രയിൽ ആദ്യം കാണുന്ന അല്ലെങ്കിൽ ആദ്യം ശ്രീരാമചന്ദ്രൻ നേരിടുന്ന പ്രശ്നം ആണ് വിരാധൻ എന്ന രാക്ഷസൻ. ഈ രാക്ഷസനെ വധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാ രാക്ഷസന്മാരിയ്ക്കുന്നത്. മോശം ചിന്തകൾ, മോശം പ്രവൃത്തികൾ എല്ലാം. അതുപോലെ ഒരു ദണ്ഡകാരണ്യം ഉൾക്കാട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ലേ? ദണ്ഡകാരണ്യം ശരിക്കും എവിടെയാ? നമ്മളുടെ ഹൃദയം തന്നെയാ. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയം ഉണ്ട്. ആ ഹൃദയത്തിനുള്ളിൽ ഒരു കാട് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ കാട്ടിനുള്ളിൽ 2 മൃഗങ്ങളുണ്ട്. ആരൊക്കെയാ നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള 2 മൃഗങ്ങൾ? നമ്മളുടെ അജ്ഞാനവും അഹങ്കാരവും. അതാണ് ഇവിടെ വിരാധനായിട്ട് ചിത്രീകരിച്ചത്. ആരുടെ എല്ലാം ഉള്ളിൽ അഹങ്കാരം ഉണ്ടോ? ചിലർ ഇപ്പൊ സാധിക്കില്ല കേട്ടോ എന്ന് പറയുന്നതിന് പകരം പരിഹസിക്കും. എന്താ പറയുന്നത് അറിയോ? അമ്മ അതിനുള്ളിൽ തന്നെ ഉണ്ട്,
അതിപ്പോൾ അയാൾ പറഞ്ഞു തന്നിട്ട് വേണം, നമുക്കറിയില്ലേ. അമ്മ അതിനുള്ളിൽ മാത്രമല്ല ഈ സർവപ്രപഞ്ചത്തിലും ഉണ്ട് എന്നാണ് അതിന് ഉത്തരം പിന്നെ കൊടുക്കേണ്ടത്. സമ്മതിച്ചു, ആ അമ്മ അതിനുള്ളിൽ തന്നെ ഉണ്ട്. നമ്മളോട് പറയേണ്ട കാര്യം പല തരത്തിൽ പറയാം, പല വ്യക്തികളോട് പല തരത്തിൽ പറയാം. ഇപ്പം അത്രയും റെസ്പെക്ട്ഫുൾ ആയ ഒരാൾ വന്നാൽ എന്തായിരിക്കും പറയാം? ഞാനതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നിട്ട്. ഒരു കുട്ടി വന്ന് വാതിൽ മുട്ടിയാൽ അത് തുറന്നിട്ട് അമ്മ ഇയ്യായിരുന്നോ, കുട്ടിക്ക് എന്താ അകത്തേക്ക് കയറണ്ടേ? അതാണ്. അപ്പം അത്രയും ഓരോ വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന വില. ആളെ കണ്ടിട്ട് അല്ല വില വെക്കേണ്ടതെന്ന് അഗസ്ത്യമുനിയുടെ ഭാഗം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം, അജ്ഞാനം, അതാണ് വിരാധൻ. ആ വിരാധനെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. ഭഗവാനോട് അടുത്തൂലേ, ഓടി ഓടി വന്നില്ലേ വിരാധൻ? നമ്മൾ എത്രത്തോളം ശ്രീ ദുർഗയോട് അങ്ങനെ അടുത്തടുത്ത് വരുന്നോ ഭഗവതി നമ്മളുടെ ഉള്ളിലെ അഹങ്കാരത്തെ, അജ്ഞാനത്തെ അങ്ങോട്ട് നശിപ്പിക്കും. അതാണ് വിരാധവധം സൂചിപ്പിക്കുന്നത്. ഇനി ശാപം കിട്ടി എന്ന് പറഞ്ഞില്ലേ, എന്നിട്ടാണ് ഞാൻ രാക്ഷസനായത്, ഗന്ധർവനായിരുന്നു എന്നുള്ളത്. പണ്ട് ബ്രഹ്മാവ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അത്ര ഇദ്ദേഹത്തിന്, ശാപമോക്ഷം കിട്ടും എന്ന്. ശാപം കിട്ടിയില്ലയോ? അപ്പൊ ശാപമോക്ഷം കിട്ടണ്ടേ? എപ്പോ? രാമസാമീപ്യം ഉണ്ടാകുന്ന നാൾ മോക്ഷം കിട്ടും. ഇപ്പൊ രാമന്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നില്ലേ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്, വിരാധന് മോക്ഷം കിട്ടിയത്. അതായത് എന്ത് ജന്മം നമുക്ക് കിട്ടിയാലും മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തേ വേണ്ടൂ? ഈശ്വര സ്മരണ ഉണ്ടായാൽ മതി. ചിലർ പറയും ഞാനൊരു സ്ത്രീയാണ്, എനിക്കിതൊക്കെ പറ്റുമോ? എന്താ ഭഗവാൻ രാമായണത്തിൽ പറയുന്നത്? ജാതി, നാമം ഒന്നും എനിക്ക് പ്രശ്നമല്ല, സ്ത്രീയാണോ പുരുഷനാണോ എന്നെനിക്ക് പ്രശ്നമല്ല. ഇതെവിടെ പറയുന്നത്? ശബരി ആശ്രമ പ്രവേശം. ശബരിയോടാ പറയണത്. ശബരി പറയും ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് അങ്ങയെ പൂജിക്കാൻ പാടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാ. ഇവിടെ കഥയിലൂടെ പോകുമ്പോൾ നമ്മളുടെ ഈ രാക്ഷസൻ പുറത്താണ്, ഓടി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലൊരു രാക്ഷസൻ ഉണ്ട്. അതാണ് ഇന്നലെ പറഞ്ഞ ഷഡ്വൈരികൾ. ഏതൊക്കെയാ ഷഡ്വൈരികൾ? കാമ, ക്രോധ, ലോഭ, മത, മോഹ, മത്സര്യാദികൾ. അതാണ് 6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഒന്നുകിൽ കാമം, ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോഭം ഉണ്ടായിരിക്കും, കിട്ടിയത് പോരാ, ഇതിലും വലുത് വേണം. ചിലപ്പോൾ മത്സരം ഉണ്ടായിരിക്കും മറ്റുള്ളവരോട്. ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, നമ്മുടെ ഹൃദയം തന്നെയാണ് ആ കാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ വിരാധൻ എന്താ ചോദിച്ചത്? ആ സീതയെ ഇങ്ങോട്ട് തരൂന്നാ പറഞ്ഞല്ലേ, അല്ലാതെ ലക്ഷ്മണനെ ഇങ്ങോട്ട് തന്നോളൂ, നല്ല വില്ലാളി വീരനാണല്ലോ എന്ന് ചോദിച്ചില്ല. സീത എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ശുദ്ധമായ ചിത്തം, തേച്ച് മിനുക്കിയ ഒരു ഒട്ടുപാത്രം പോലെ ശുദ്ധമായ ഒരു മനസ്സുണ്ടോ? അങ്ങനെയുള്ള ഭക്തി ആരാണോ ആഗ്രഹിക്കുന്നത്, അപ്പോ ഉള്ളിലെ ആ ഷഡ്വൈരികളെ എല്ലാം, അതായത് 6 മൃഗങ്ങളുണ്ട് പറഞ്ഞില്ലേ, കാമക്രോധ മത മോഹ മത്സരാദികൾ, ആ സീതയാകുന്ന ഭക്തിയെ അപഹരിക്കാൻ ആര് നോക്കി? വിരാധൻ എന്ന രാക്ഷസൻ നോക്കി. ധർമ്മമൂർത്തിയായ ഭഗവാൻ ഭക്തിയെ രക്ഷിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഭക്തിയായ സീതയെ ചോദിച്ചത്, അല്ലാതെ വേറൊന്നും ചോദിച്ചില്ല. വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടാളെയും ശരീരം നല്ല സൈസുണ്ട്, ആ ഭക്ഷണം തരുമെന്ന് ചോദിക്കായിരുന്നു. നമുക്ക് തോന്നും ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ചോദിച്ചത് സീതയെ. അതല്ല, സീത ഭക്തി തന്നെയാണ്, ശുദ്ധമായ ചിത്തമാണ്, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്. അതുകൊണ്ടാണ് ആ സീതാദേവി അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞത്. അപ്പം എന്ത് മനസ്സിലായി? ഭഗവാന് ശുദ്ധമായ ഭക്തിയെ ആഗ്രഹിച്ചു. ഇനി ഇവന് മോക്ഷം കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി, വലിയ വലിയ കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് തരിക. ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് വിശ്വാസം തോന്നില്ല. അനുഭവത്തിൽ നിന്ന് പഠിക്കണം. ഇനി ഭഗവാൻ ഈ വിരാധൻ്റെ ശരീരം കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ അവിടെ കിടന്ന് നാറി പുളിക്കില്ലേ, ആ വിരാധനെ കുഴിച്ചു മൂടുന്നു എന്ന് പറയുമ്പോൾ പല പല ദോഷങ്ങൾ നമുക്കുണ്ട്. നമ്മളുടെ ഉള്ളിലെ ആ ദോഷങ്ങളെയെല്ലാം വേരോടെ പിഴുതെറിയണം എന്നാണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ദോഷങ്ങളും പലർക്കും ഉണ്ടായിരിക്കും, പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? അവരിൽ എത്രത്തോളം ഭക്തി ഉണ്ടോ, അവരിൽ എത്രത്തോളം അറിവുണ്ടോ, അതിനനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇങ്ങനെ വിരാധനെ കുഴിച്ച് മൂടിയതിന് ശേഷം ശ്രീരാമചന്ദ്രൻ പിന്നെയും യാത്ര തുടരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരത്തിൻ്റെ വേരറുക്കാതെ നമുക്ക് ഒരിക്കലും ആത്മീയമായ പുരോഗതി ഉണ്ടാവില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അഹങ്കാരം പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന ഭാവം. അവിടെ എത്രയാൾ നമ്മുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല.
മുന്നിലിരിക്കുന്ന ആൾക്കാ പ്രശ്നം. അങ്ങനെ ഒരു അവസ്ഥ കാണും നമുക്ക്. ഞാൻ എന്നുള്ള ഭാവം. പക്ഷേ ശ്രീ ഭഗവതി തീരുമാനിക്കും ആരൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ എത്തണം. അപ്പം എന്ത് തീരുമാനിക്കുക? ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ആരും അല്ല, എനിക്ക് വിധിച്ചത് ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ഗുരുവായൂർ പറയും പോലെ. ഇവിടെ മരണസമയം ഒന്ന് ആലോചിച്ചു നോക്കൂ. മരണസമയത്ത് വെറും ഒരു രാക്ഷസനായിരുന്ന വിരാതൻ ഗന്ധർവനായിട്ട് മാറുക ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു ശിക്ഷ പോലും അനുഗ്രഹമായിട്ട് മാറി വിരാതന്. ഭഗവാൻ ശിക്ഷിക്കുക ശരിക്കും വെട്ടി നുറുക്കി കൊല്ലുമ്പോൾ അല്ലേ, പക്ഷേ എന്തായി മാറി? അതൊരു അനുഗ്രഹമായി മാറി. ഭഗവാൻ എന്ത് തന്നാലും അത് അമൃതാണ്, അത് പ്രസാദാണ്. ഭഗവാന്റെ ശിക്ഷ പോലും പ്രസാദമായി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് മനസ്സിന് പൂർണ്ണമായും ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെന്താ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന്? നമുക്ക് തരുന്നത് എന്താ? ഈ കൊല്ലലാണോ? ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും നിറഞ്ഞതാ ജീവിതം അല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഒരമ്മ പറയും, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. ചോദിക്കണേ, വേറൊരു സ്റ്റേജിൽ ചോദിച്ചതാ, ഇന്നലെ ഇന്നതൊക്കെ പറഞ്ഞൂലേ, നമ്മൾ ഇന്ന് കാനനത്തിലൂടെ പോവല്ലേ, എല്ലാവരും തയ്യാറാണോ? റെഡിയാണ് ടീച്ചർ. നിങ്ങൾക്ക് പേടിയുണ്ടോ ചോദിച്ചു. അപ്പോൾ പറയാ, ഇതിലും വലിയ രാക്ഷസന്മാരെത്തുന്നപ്പോൾ നിങ്ങൾ വന്നെന്ന്. അപ്പം മനസ്സിലായില്ലേ? അപ്പം അവരുടെ വീട്ടിൽ അവർ കാണുന്നവരൊക്കെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടാന്നാ പറഞ്ഞതേ. ഒരു സമാധാനം ഇല്ല അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ. മുട്ടറക്കണോന്ന് ചോദിച്ചു അല്ലേ? വണ്ടി മുട്ടണം, നമ്മൾ മുട്ടറക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, രാമനാമം ചൊല്ലിക്കോളൂ. അവരെന്തോ പറഞ്ഞോട്ടെ, മിണ്ടാതെ അവിടെ ഇരിക്കുക. ഏറ്റവും വലിയ ആയുധം എന്താ? മൗനം തന്നെ. മൗനം വിദ്വാനും അല്ലാത്തവനും ഭൂഷണ. ഇവിടെ നമ്മളോട് പറയാണ്, കഷ്ടപ്പാട് നിങ്ങൾക്ക് ഒരുപാട് ഭഗവാൻ തരും. അത് നിങ്ങളെ തകർത്ത് കളയാനല്ല. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്കൊരു പുതുജന്മം തരും. എങ്ങനെയാ പുതുജന്മം തരിക? ആ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും മിണ്ടണ്ട, കുളിച്ച് പുറപ്പെട്ടിട്ട് പോന്നോളൂ, അവളെന്തെങ്കിലും പറയട്ടെ. ആ സമയത്ത് തീരുമാനമായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ മുണ്ടൽ മാറ്റിയത്രേ. കാരണം എന്താ വെച്ചാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവും. അവർക്ക് വാനപ്രസ്ഥായി. മരുവളൊക്കെ വന്നാൽ ഇത് ഇൻ്റെതാറിന് കൂട്ടിപ്പിടിച്ച് നിൽക്കാതെ ഒരു കുറച്ച് ദിവസം ഇതൊക്കെ ഡപ്പിയും കുപ്പിയൊക്കെ കാട്ടിക്കൊടുക്കുക, എല്ലാ സ്റ്റേജിലും പറയും പോലെ. എന്നിട്ട് ഒരു ദിവസം രാവിലെ പറയാം, മോളെ നീ നോക്കിക്കോ, ഞാൻ അമ്പലത്തേക്ക് പോട്ടെ കേട്ടോ, കുറേ കാലമായില്ലേ ഈ ഗൃഹാന്തകൂവേ പതിതോ യഥാ പശു അല്ലേ? ഒരു 50 കഴിഞ്ഞവരൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര പാത്രം കഴുകി, എത്ര ചമ്മന്തി അരച്ചു, എത്ര ചോറ് വെച്ചു അല്ലേ? മദ്യയില്ലേ? ഇനി ഇവിടെ വന്ന് സുഖമായിട്ട് ഇവിടെ ഇരിക്കുക. ഭഗവതി രാവിലെ ചായം പലഹാരം തരും, ഉച്ചയ്ക്ക് ചോറ് തരും. ആരെയും മുഖമുലാശയും കാണണ്ടാലോ, പണിയെടുക്കണ്ട, ഭഗവത് കഥ കേട്ട് അങ്ങനെ ഇരുന്നാൽ മതി. പക്ഷെ എന്തേ വേണ്ടു, ഇങ്ങോട്ട് വരണം. ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് എത്താനുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു വൈതരണിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാലോ സുഖമായി. ശരി തന്നെ, ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന് ഉണ്ടാക്കൊന്നും വേണ്ട, ഭക്ഷണം പോലും തന്നിട്ട് ഒരു സത്സംഗം വയ്ക്കുമ്പോൾ അത് കേൾക്കാൻ വന്നില്ലെങ്കിലോ? ഇവിടെ പറയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരം വിഷമങ്ങൾ ഉണ്ടാകും. ഇതുപോലെ പല വിരാതന്മാരും നിങ്ങളുടെ അടുത്തേക്ക് പല രൂപത്തിൽ ഓടി വരും. ഏതൊക്കെയാ വിരാതന്മാര്? നമ്മുടെ ഉള്ളിൽ അഹങ്കാരം, ദുസ്സംഗം, വ്യസനം, കോപം, സ്വാർത്ഥത. ഇതിനെയൊക്കെ ജയിക്കാൻ എന്ത് ചെയ്യണം? രാമനാമം ചൊല്ലണം എന്ന് പറയാ. അതായത് സത്സംഗങ്ങളിൽ അങ്ങനെ ചെന്നിരിക്കുക. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഇത് ചൊല്ലാനോ ഏറെ സംഗീതം അറിയണ്ട, ബൈഹട്ടും പഠിക്കേണ്ട. രാമ 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 എന്ന് മാത്രമല്ലേ ഉള്ളൂ. രാമനാമത്തെക്കാൾ മുതിർന്ന ഉന്നതമായ വേറെ ഒരു നാമം ഇല്ല എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ ഒരു മാസത്തിന് നമ്മൾ മലയാളികൾ രാമായണ മാസം എന്നല്ലേ പേരിട്ടത്. രാമായണം വായിക്കുന്നില്ലെങ്കിലും അപ്പോൾ കർക്കടകം രാമായണ മാസത്തിലെങ്കിലും എന്ത് ചെയ്യും? ശ്രീ ഭഗവതിയുടെ ആ തിരുനടയിലൊന്ന് വന്ന് നിൽക്കും. അത് തന്നെ വലിയ പുണ്യ. പ്രത്യേക പൂജകളും പൂമൂടലും നടത്തുന്ന ആ ശ്രീലകത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക ചൈതന്യം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകും. അവിടെ ചെന്ന് നിന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. അതിന് കിട്ടുന്ന ഭാഗ്യം അത് മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് രാമൻ പുറമേ ഉള്ള രാക്ഷസനെ മാത്രമല്ല വധിക്കുക, നമ്മുടെ എല്ലാം ഉള്ളിലുള്ള രാക്ഷസന്മാരെയും നശിപ്പിക്കും. എന്തേ വേണ്ടൂ? ഭഗവാനെ ഒന്നങ്ങോട്ട് ആശ്രയിക്കുക. എങ്കിൽ നമ്മുടെ ഹൃദയത്തിലും എന്തു വരും? രാമരാജ്യം. എന്താ രാമരാജ്യം പറയുമ്പോൾ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു സമാധാനം നമുക്ക് തോന്നും, ഭക്തി ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാകും. അങ്ങനെ ഇതിനു വേണ്ടി ശ്രീരാമചന്ദ്രൻ ഈ ഹാളിൽ എത്ര പേരുണ്ടോ, പുറത്ത് എത്രയൊക്കെ ആൾക്കാർ ഈ സത്സംഗം കേൾക്കുന്നുണ്ടോ, അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് വിരാധവധം എന്നതിൻ്റെ തത്വം ആ പദാരവിന്ദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി അടുത്ത പോർഷൻ ശരഭംഗ മന്ദിര പ്രവേശം.
ഇനി കുറേ മുനീശ്വരന്മാരെ കാണാം. ആദ്യം തന്നെ ദണ്ഡകാരണ്യത്തിൽ പോയിട്ട് കണ്ടത് ഒരു അസുരനെ, അതായത് രാക്ഷസനെ. പിന്നെ കാണുന്നത് പല പല മുനീശ്വരന്മാരാ. ആശ്രമങ്ങളിൽ പോയി മുനിയെ കാണുക, അത് വല്ലാത്തൊരു സുഖ. ഇവിടെ കാണുന്നത് ആരെയെന്നറിയോ? ശരഭംഗൻ എന്ന ഒരു മുനീശ്വരന്. ഈ ശരഭംഗന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഭഗവാൻ ഈ വിരാതനെ വധിച്ച് 3 പേരും കൂടി കാട്ടിലൂടെ പിന്നെയും നടക്കുക, യാത്ര നിർത്തുന്നില്ല. രാമസ്യ അയനം, രാമൻ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ അവർ നടന്ന് നടന്ന് ഒരാശ്രമത്തിൻ്റെ പരിസരത്തെത്തി. ഐശ്വര്യപൂർണമായ ഒരു ആശ്രമം കാണുക. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് കയറി ചെല്ലാൻ തുടങ്ങി. അതാരുടെ ആശ്രമമായിരുന്നു? അവിടെയാണ് ശരഭംഗ മന്ദിര പ്രവേശം. ഈ ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കയറി ചെന്നു. നമ്മളാണെങ്കിലോ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു, എന്തൊരു സന്തോഷം അല്ലേ? ഇവിടെ തപസ്സീശ്വരന്മാർ കുറേ ഉണ്ട്, ആശ്രമം കെട്ടി ജീവിക്കുന്നു. അവരുടെ ഒന്നും ആശ്രമത്തിനുള്ളിലേക്കല്ല ഭഗവാൻ കയറി ചെന്നത്, ശരഭംഗൻ്റെ ആശ്രമത്തിലേക്കാണ്. അതായത് തപസ്സികൾക്കിടയിൽ പ്രസിദ്ധനായ മഹർഷിയാണ് ശരഭംഗൻ. എന്താ ശരഭംഗൻ്റെ പ്രത്യേകത? അപാരമായ തപോവൈഭവം ഉള്ള മഹർഷീശ്വരനാണ് ശരഭംഗൻ. വളരെ കാലം മുൻപ് സിദ്ധന്മാരുടെ ക്ലാസ്സിൽ പോയിരുന്നു ഈ ശരഭംഗ മഹർഷി. അപ്പോൾ സിദ്ധന്മാർ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പൊതുവെ ഇങ്ങനെ സത്സംഗങ്ങളിൽ ഒരുപാട് മുനീശ്വരന്മാർ എത്ര അറിവ് നേടിയവരും സത്സംഗം കേട്ടാൽ അവിടെ പോയിരിക്കുത്രേ. കാരണം ഇതിനെക്കുറിച്ച് ഇത്തിരി അറിവുള്ളവർക്ക് അവിടെ ഇരിക്കാനും കഴിയുള്ളൂ. ഒന്നും അറിയാത്തവനും എല്ലാം അറിഞ്ഞവനും പിന്നെ അവിടെ ഇരിക്കാൻ തോന്നില്ല. ഇവിടെ ഇത്തിരിയൊക്കെ അറിയാം, കാരണം അറിവിലാരും പൂർണ്ണരല്ല. അപ്പോൾ ഇത്തിരിയൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നവർ അവിടെ പോയി ശ്രദ്ധിച്ചിരിക്കും. ഈ ശരഭംഗ മഹർഷി ഒരു ദിവസം സിദ്ധന്മാരങ്ങനെ പ്രഭാഷണം നടത്തുക, അവിടെ ചെന്നിരുന്നു. ആ സമയത്ത് പറയാണ്, ശ്രീരാമചന്ദ്രൻ അവതരിക്കാനായിട്ടുണ്ട്. ഭഗവാൻ അയോധ്യയിൽ അവതരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഭഗവാനെ ദർശനം കിട്ടുകയാണെങ്കിൽ അവർക്ക് മോക്ഷം ഉറപ്പാണ്. ഇത് കേട്ടപ്പോൾ വളരെയധികം അത് ശ്രദ്ധിച്ചു. പലരും പലതരത്തിലുള്ള പ്രഭാഷണം കേൾക്കുക. ശരഭംഗ മഹർഷി ഉറപ്പിക്കുകയാണ്, അപ്പോൾ ഭഗവാനെ കണ്ട മോക്ഷം കിട്ടും. ഈ തപസ്സുകൊണ്ട് മാത്രമൊന്നും മോക്ഷം കിട്ടില്ല, ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണം, ഭഗവാന്റെ ദർശനം കിട്ടണം എന്നുള്ളത്. പക്ഷേ ഈ പ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ഇത്തിരി ജ്യോതിഷം അറിയുന്ന ആളാ, എനിക്ക് ഇത്തിരി എത്ര ആയുസ്സുണ്ട്, ഭഗവാൻ അവതരിച്ചിട്ട് പോലും ഇല്ലാലോ എന്ന് ചിന്തിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ 3 ശ്വാസം കൂടി അങ്ങേക്കുള്ളൂ എന്നാണ് ഉള്ളു പറയുന്നത്. ഉള്ളിലിരുന്ന ഒരാൾ നമ്മളോട് പറയും 3 ശ്വാസം. അപ്പോൾ എത്ര സമയമേ ഉള്ളൂ? പക്ഷേ മഹർഷീശ്വരന്മാർക്ക് പ്രാണായാമത്തിന് സിദ്ധിയുണ്ട്. പ്രാണായാമത്തിലൂടെ 3 ശ്വാസം എത്ര വർഷം വേണമെങ്കിൽ നിലനിർത്താം. ഈ 3 ശ്വാസം ദീർഘിപ്പിച്ചുകൊണ്ടാണ് ശരഭംഗ മഹർഷി ശ്രീരാമചന്ദ്രനെ കാത്തിരിക്കുന്നത്. ഈ ഭാഗം വാൽമീകി രാമായണത്തിൽ വരൂ, നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ അധ്യാത്മരാമായണത്തിൽ കണ്ടോളണമെന്നില്ല. അങ്ങനെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. എത്ര കാലം? 3 ശ്വാസകാലം. ആ 3 ശ്വാസം കൊണ്ട് അദ്ദേഹം ആ ദിവസം വരെ ജീവിക്കുക. ശ്വാസഗതിയെ നിരോധിച്ചാലേ ഉള്ളൂ അതിന് സാധിക്കുക എന്ന് മനസ്സിലാക്കുക. കഥയിൽ ചോദ്യമില്ല പറയും, പക്ഷേ ഹൈന്ദവ മതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. അർജുനൻ എന്താ ചെയ്ത്? കൃഷ്ണ പുഴു അടിക്കണ്ടാട്ടോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഫുള്ള് എല്ലാ കാര്യവും ആദ്യത്തെ അധ്യായത്തിൽ കേട്ടു. എന്നിട്ട് ഉത്തരങ്ങൾ പറഞ്ഞില്ലേ? ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹിന്ദു മതത്തിൽ മാത്രമേ അധികാരമുള്ളൂ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് ശിഷ്യഗണങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ, സംശയ ദൂരീകരണം നടത്തുന്നുള്ളൂ. മറ്റതൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങളത് വിശ്വസിക്കണം എന്നാ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ തപപ്രഭാവം, ആത്മനിയന്ത്രണം, ഇതിൽ പ്രസിദ്ധനാണ് ശരഭംഗ മഹർഷി. ശ്രീരാമൻ മറ്റ് തപസ്സികളിൽ നിന്ന് ഇത് അറിയാണ്. ശരഭംഗ മഹർഷി 3 ശ്വാസവും പിടിച്ച് അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്. തപസ്സീശ്വരന്മാർ പറയുക, അതുകൊണ്ട് അങ്ങയെ കാണാൻ ആഗ്രഹിച്ചാണ് ആ മുനീശ്വരൻ അവിടെ കഴിയുന്നത് എന്ന് പറയുന്നത് കേട്ടത് കൊണ്ടാ. എങ്കിൽ പോയി കാണാം. ഭഗവാൻ അങ്ങോട്ട് കയറി ചെന്നു. അവിടെ എത്തിയ സമയത്തോ ശരഭംഗ മഹർഷിക്ക് വളരെ സന്തോഷമായി. ആരെയാണോ കാത്തിരുന്നത് ഭഗവാൻ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞറിഞ്ഞെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ തപസ്സീശ്വരന്മാർ ഭഗവാനെ കാണാൻ അങ്ങോട്ട് പോകും. പക്ഷേ എന്ത് ചെയ്തില്ല? ഭഗവാൻ ഇങ്ങോട്ട് വരാൻ കാത്തിരുന്നില്ല. ഭഗവാൻ അങ്ങോട്ട് ചെന്നു. എന്താ പറയുന്നത്? ആരിത്? ശരഭംഗനോ എന്ന ഒരു നോട്ട ശരഭംഗ മഹർഷി പുറത്തേക്ക് വന്നപ്പോൾ
സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. ശ്വാസം തീരാനായിട്ടുണ്ട്. അർഘ്യവാദ്യങ്ങളൊന്നും എടുക്കാനും പുഷ്പങ്ങൾ എടുക്കാനൊന്നും സമയമില്ല. ആ മാംസേക്ഷണങ്ങൾ, അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അങ്ങനെ മാനസ പൂജ നടത്തി ശരഭംഗൻ എന്ന ആ മഹർഷി. ഫലമൂലാദികളെല്ലാം സമർപ്പിച്ചു. അവിടെ കയ്യിൻ്റെ അടുത്ത് കിട്ടിയ എല്ലാ ഫലമൂലാദികളും ഭഗവാന്റെ കാൽ കീഴിൽ വെച്ചു. അതിഥി പൂജ നടത്തി. എന്നിട്ട് പറയാണ്, ഹേ പ്രഭു, എത്രയോ നാളുകളായി അങ്ങയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. തപസ്സിലൂടെ നേടിയ എന്നിൽ സഞ്ചിതമായ എല്ലാ പുണ്യങ്ങളും ഞാനിതാ അങ്ങയുടെ കാൽ കീഴിൽ സമർപ്പിക്കുന്നു. അതെന്തിനാ? ഇപ്പം നമ്മൾ കുറേ കാലമായി ഇവിടെ വന്ന് തൊഴണൂല്ലേ, ഗ്രന്ഥങ്ങൾ വായിക്കണു, ലളിതാ സഹസ്രനാമം ചൊല്ലണു. ഇതെല്ലാം നമുക്ക് പുണ്യം തരും. ഇവിടെ തൊഴുത് നമസ്കരിച്ചാൽ പുണ്യം, സത്സംഗം കേട്ടാൽ പുണ്യം. ഈ പുണ്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നാലേ അതിൻ്റെ സുഖം അനുഭവിക്കാൻ ഇനിയും ജന്മെടുക്കണത്ര. അപ്പോൾ പറയാ, ഞാൻ ഒരുപാട് കാലം തപസ് ചെയ്തു ശ്രീരാമചന്ദ്ര, ഈ പുണ്യമെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? എനിക്ക് മോക്ഷം നേടാൻ സമയമായി, അതുകൊണ്ട് ഞാൻ ദേഹത്യാഗം ചെയ്യാൻ പോവുകയാണ്. ദേഹത്യാഗം എന്തിനാ ചെയ്യുന്നത്? ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം പ്രാരാബ്ധ. ഈ ശരീരം അങ്ങട് ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? ഹൈന്ദവൻ്റെ മഹത്തായ സംസ്കാര കർമ്മം ദഹിപ്പിക്കല. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഭൂമി കുറച്ചേ ഉള്ളൂ, കടലല്ലേ കൂടുതൽ, ജനസംഖ്യ പെരുകി വരിക. അവർക്കെല്ലാം വീട് വെക്കണ്ടേ, കിണർ കുഴിക്കണ്ടേ, ശ്മശാന ഭൂമി അങ്ങനെ ഇട്ടാൽ ശരിയാവുമോ? അപ്പം എന്ത് ചെയ്യണം? ഒരു പിടിച്ചാരമായി ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര, ഒരു പിടിച്ചാരമായി മാറാൻ ഹൈന്ദവൻ ദേഹത്യാഗം ചെയ്യാൻ കാത്തിരിക്കുക. എല്ലാവരും യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാ? നമ്മുടെ വിചാരം വേഗം പോയി തൊഴുത വീട്ടിലേക്ക് എത്താന്നല്ലേ? ആ ഗ്രേവ് യാർഡ്, മരണത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് സത്സംഗമൊക്കെ വേണമെന്ന് തോന്നുക. ഇനി ഞാനിപ്പോൾ ദേഹത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞു. മഹായോഗിയായ ശരഭംഗ മഹർഷി യോഗേശ്വരനായ ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ രാമപാദത്തിലേക്ക് അങ്ങോട്ട് കൈകൂപ്പി വണങ്ങുക. എന്നിട്ട് എന്താ പറയാൻ ചെയ്യുന്നതെന്നറിയോ? പ്രസന്നമായ ഒരു ഭാവത്തോടെ സീതാസമേതനായ രാമനെ കണ്ടുകൊണ്ടിരിക്കെ ചമ്മണം പടിഞ്ഞ് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഈ സർവപ്രപഞ്ചത്തെയും ഉള്ളിൽ വഹിക്കുന്ന ആ ശ്രീരാമചന്ദ്രന് മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചു. പഴയ രാമായണങ്ങളിൽ അതിൻ്റെ ചിത്രം കാണാം. ശ്രീരാമചന്ദ്രൻ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെ അങ്ങനെ ചമ്മണം പടിഞ്ഞ് നോക്കിയിരിക്കുക. പറകിൽ ലക്ഷ്മണനുണ്ട്, സീതാദേവിയുണ്ട്. ഈ പലരും ഓടി വന്നു. ശ്രീരാമചന്ദ്രൻ വന്നു എന്ന് കേട്ടപ്പോൾ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് മറ്റു മഹർഷീശ്വരന്മാർ ഓടി വന്നു. അവരെല്ലാം അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹം പ്രസന്ന ഭാവത്തോടെ ആ സീതാരാമന്മാരെ നോക്കി അങ്ങനെ നിവർന്നിരുന്ന് സതി ദേഹത്യാഗം ചെയ്തില്ലേ യോഗാഗ്നിയിൽ, അതുപോലെ യോഗാഗ്നിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങോട്ട് ദഹിപ്പിച്ച് കളയാം. ഈ ശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെ കണ്ടുകൊണ്ടാ? ശ്രീരാമചന്ദ്രനെ, പരബ്രഹ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രനെ, വിഷ്ണുവിൻ്റെ അവതാരമായ നാരായണമൂർത്തിയെ കണ്ടുകൊണ്ടിരിക്കെ ആ ശരീരം യോഗാഗ്നിയിൽ ദഹിച്ച് ഒരു പിടിച്ചാരമായി അങ്ങോട്ട് മാറി മോക്ഷവും കിട്ടി. എങ്ങനെയാ? ബ്രഹ്മപദം പ്രാപിച്ചു. ഹൈന്ദവൻ ഒരിക്കലും നീ ഇത് ചെയ്തോ നിനക്ക് സ്വർഗത്തിൽ പോവാ അല്ലെങ്കിൽ നരകത്തിൽ പോവാന്ന് പറയുന്നില്ല. എനിക്ക് സ്വർഗവും വേണ്ട നരകവും വേണ്ട. എന്താ കാരണം? നമ്മൾ ചെയ്ത പുണ്യം കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് കടന്നെ വരണം, വീണ്ടും ജന്മെടുത്തിട്ടേ. നരകമൊക്കെ അനുഭവിച്ച് തീർന്നാലും വീണ്ടും ജന്മെടുത്ത് വരണത്രേ. ഒരുപാട് യോനികളിൽ എത്രയോ തരം ജീവികളായി ജനിച്ച് ജീവിച്ച് ദുരിതം അനുഭവിച്ച് മരിച്ച് അവസാനം ഇത്തിരി പുണ്യം സുഹൃതം കൂടുമ്പോഴാണ് അത്രയും മനുഷ്യനായിട്ട് ജന്മം കിട്ടുക. അപ്പം എന്തുണ്ട്? മനുഷ്യന് വിവേകബുദ്ധി ഉണ്ട്. എന്ത് മനസ്സിലാക്കുക? എത്ര കാലം ഞാൻ കുട്ടിയായിട്ട് പഠിക്കാൻ നടന്നു, എത്ര കാലം ഞാൻ ജോലി പറഞ്ഞ് വീട്ടിലുള്ളവരെ പോറ്റിയില്ലേ, ഓഫീസിൽ ബോസിൻ്റെ ചീത്തയും കേട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും പിന്നെ എന്ത് ചെയ്തു? 10ാം ക്ലാസ് ഗ്രൂപ്പ് എന്നും പറഞ്ഞാൽ അതിലിരുന്ന് വെറുതെ അല്ലേ, ആ വാട്സപ്പ് ഗ്രൂപ്പിന് തുറന്നാൽ 12 മണിയായാലും അടക്കില്ല. ഈ പറഞ്ഞ ഫുള്ള് കേട്ടോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടാതെ സദാസേവ്യ ഭഗവാനാകുന്ന ആ രസായനം അങ്ങനെ സേവിക്കുക. അപ്പം എന്ത് ചെയ്യും? നരകമോ സ്വർഗമോ ഇല്ലാതെ നിങ്ങൾക്ക് പരമപദം മോക്ഷം പ്രാപിക്കാം, ബ്രഹ്മപദം പ്രാപിക്കാം എന്ന് ശരഭംഗ മഹർഷി കാണിക്കുകയാണ്. ഇവിടെ ആ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ആകാശത്ത് വന്നു നിന്നു, പൂമഴ പെയ്യിച്ചു. പിന്നെയോ ദേവേന്ദ്രൻ, ഈ ദേവേന്ദ്രൻ ആദ്യം തന്നെ വന്നു. ദേവേന്ദ്രൻ ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുന്ന സമയത്താണ്
ശ്രീരാമചന്ദ്രൻ ദൂരത്തുനിന്ന് വരുന്നത്. ശരഭംഗ മഹർഷിയാണെങ്കിൽ സിദ്ധവൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമചന്ദ്രനെ കാണണം, മോക്ഷം കിട്ടും, അതിന് കാത്തിരിക്കുക. ദേവേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അത്രേ, നിങ്ങൾ ഒരുപാട് പുണ്യം നേടിയില്ലേ, ഇനി മതി, സ്വർഗത്തിലേക്ക് പോരൂ. അപ്പോൾ പറയുകയാണത്രേ, നിൽക്കട്ടെ, എനിക്ക് ശ്രീരാമചന്ദ്രനെ ഒന്ന് കാണണം, എന്നിട്ട് ഞാൻ പോരാം. തപസ്വീശ്വരന്മാരല്ലേ, സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അവിടെ നോ പറയാൻ ദേവേന്ദ്രന് കഴിഞ്ഞില്ല, അവിടെ വെയിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഇവിടെ ദേവേന്ദ്രനും എല്ലാവരും വന്നിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ നാരായണ. ഇവിടെ ഇന്ദ്രൻ മഹർഷിയെ വണങ്ങി, ദേവേന്ദ്രൻ ശരഭംഗ മഹർഷിയെ വണങ്ങി. അപ്പോൾ മുനീശ്വരന്മാർ എത്രത്തോളം ഉന്നതരാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഭഗവാനാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ ഈ ദേഹത്യാഗവും ഭസ്മാന്തം ശരീരവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഈ വിവരം അറിഞ്ഞു കേട്ടവർ മറ്റ് തപസ്വീശ്വരന്മാരോട് പറഞ്ഞു. ഒരുപാട് മഹർഷീശ്വരന്മാരങ്ങനെ ഓടി ഓടി വരികയാണ് ശരഭംഗ മന്ദിരത്തിലേക്ക്. ആ ആശ്രമത്തിൽ വന്നു. ഇന്ദ്രാദി ദേവന്മാരെല്ലാം ഇത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് പോയി. ഈ ഭാഗം വളരെ ചെറുതാണ് രാമായണത്തിൽ, പക്ഷെ ഇതിൻ്റെ തത്വം വളരെ വലുതാണ്. നമ്മൾ മനുഷ്യന്മാരെ രാമായണം വായിച്ച് കഥ മനസ്സിലാക്കി പോവാതെ ആ കഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് തത്വം, ഇന്നലെ പറഞ്ഞ പോലെ വരികൾക്കിടയിലുള്ള വരികൾ അങ്ങനെ വായിക്കുക, അതാണ് ഏറ്റവും സുഖം. ഇവിടെ വിരാധനെ വധിച്ചു. വിരാധനെ ആര് വധിച്ചു? ശ്രീരാമചന്ദ്രൻ വധിച്ചു. ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് എന്താണ്ടായേ? അദ്ദേഹം ആ സമയത്ത് ദേവേന്ദ്രൻ മുനിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, ശ്രീരാമചന്ദ്രനെ കാത്തിരിക്കുക. കാരണം ഇത്തിരിയൊക്കെ നമ്മൾ ആത്മീയതയിലൂടെ പോയാലേ അടുത്ത നിമിഷങ്ങളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവൂത്രേ. അതുകൊണ്ട് നമുക്കൊരു മുൻകരുതൽ എടുക്കാം. ഇവിടെ മഹർഷി ശ്രീരാമചന്ദ്രൻ വരട്ടെ, കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ പോരാം. കാലൻ വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞതിന് തുല്യല്ലേ സ്വർഗത്തിലേക്ക് വിളിച്ചപ്പോൾ. ഇവിടെ മുനീശ്വരൻ ആദ്യം ശ്രീരാമചന്ദ്രനെ കാണട്ടെ എന്ന് പറയുന്നത് ആര് കേട്ട് കാണും? ഭഗവാൻ അറിയാത്തതൊന്നുമില്ല, ഭഗവാൻ സർവന്തര്യാമിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പലതും ചിന്തിച്ചു കൂട്ടുന്നില്ലേ? ഇപ്പം നടക്കില്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒരു ഉന്തി വിടുകയാണാവോ, ഭഗവതിയെ കാണാൻ പറ്റുമാവോ? അന്നാളൊരു അമ്മ പറഞ്ഞു, ഞാൻ ഗുരുവായൂരൊക്കെ പോയി ഭഗവാനെ കണ്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, അകത്ത് കയറാൻ പറ്റിയില്ല അല്ലേ? അതൊന്നും അല്ല ടീച്ചറെ, 4 മണിക്കൂർ ക്യൂ നിന്നു, പിന്നെന്താ കണ്ണാട എടുക്കാൻ മറന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഭഗവാൻ തീരുമാനിച്ചതാണ്, അവരെ ദുരിതം തീർന്നില്ല. 4 മണിക്കൂർ അവിടെ നിന്നിട്ട് പോലും. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇത്തിരി സന്തോഷം കിട്ടാനാണ് വിളിക്കണേ. എവിടെയാ ഭഗവാൻ ഇരിക്കണേ? നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ. ഉള്ളിലേക്ക് കണ്ണടച്ച് നോക്കിയിട്ടല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ച്? ഞാൻ കണ്ണങ്ങടെ അടച്ചു, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കസ്തൂരിമാനെ പോലെ തെരഞ്ഞ് നടക്കുക. ആദ്യം ഒരു അമ്പലത്തിൽ പോവും, പിന്നെ അതിനടുത്ത ശേഷം ചിലർ പറഞ്ഞാൽ 5 അമ്പലത്തിൽ തൊഴുതു. ശരിക്കും നമ്മൾ ഒരൊറ്റ മൂർത്തിയെ, ഒരു ക്ഷേത്രത്തെ അങ്ങോട്ട് ആശ്രയിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ട. കാരണം എന്താ? സ്വർണം പോലെയാ, പല തരത്തിലുണ്ട് ഭഗവാൻ. ഈശ്വരനായിട്ട് ഭഗവാൻ എന്ന് പറയും, ദൈവം എന്ന് പറയും, എല്ലാം പറയും. സാക്ഷാൽ പരമേശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. ഇവിടെ തത്വം എന്താ മനസ്സിലാക്കേണ്ടത്? സ്വർഗപ്രാപ്തിയൊന്നും അല്ല പ്രധാനം. വേണമെങ്കിൽ ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവായിരുന്നു ശരഭംഗ മഹർഷിക്ക്. ഏതായാലും ശ്വാസം തീരാറായി, അത് ചെയ്തില്ല. സ്വർഗപ്രാപ്തിയല്ല പ്രധാനം. സ്വർഗം കിട്ടാനൊന്നും ചെയ്യണ്ടെന്ന് അതുകൊണ്ടാണ് ഹിന്ദു പറയുന്നത്. ഇനി ഈശ്വര ദർശനം, അതാണ് പ്രധാനം. അതുകൊണ്ടല്ലേ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കണേ. സമ്പത്ത് ഒന്നും ഒരു പ്രശ്നമല്ല. ഭഗവാൻ എന്താ വേണ്ടത്? ആത്മദർശനം, ഈശദർശനം. രമണ മഹർഷി എന്താ പറഞ്ഞത്? ഈ ആത്മാവിനുള്ളിൽ ആത്മാരാമനെ കണ്ട് ആ രതി അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിലും വലിയ ഒരു സുഖം നമുക്ക് ഇല്ല കേട്ടോ എന്ന് പറയാണ്. നമുക്ക് സ്വർഗീയ സുഖം വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ട കാര്യം ഇല്ല. ഈ സ്വർഗീയ സുഖം കിട്ടിക്കഴിഞ്ഞാൽ, സ്വർഗം കുറച്ച് കഴിഞ്ഞാൽ കഴിയുമെന്ന് ജ്ഞാനപ്പാനെ പറയുന്നുണ്ട്. ഈ സ്വർഗീയ സുഖം മാറ്റി വെച്ചിട്ട് മുനി എന്താ ചെയ്തത്? ഭഗവത് ദർശനത്തിന് വേണ്ടി കാത്തു നിന്നു. നമ്മളെന്താ ചെയ്യുന്നത്? ഞായറാഴ്ചയാണ്, വീട്ടിലിരുന്നാലല്ലേ എന്തെല്ലാം സൗകര്യങ്ങളപ്പോൾ. ഈ തോണ്ടിക്കുറി മാഷ് പറഞ്ഞില്ലേ, താമ്പൂലം തേച്ചാൽ എന്തെല്ലാം കാണാം, എല്ലാം നമ്മുടെ ഒരു വിരൽ തുമ്പിലുണ്ട്. അത് ഇന്നത്തെ ഒരു ദിവസം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഭഗവതിയുടെ നവരാത്രി മണ്ഡപത്തിൽ ഇങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോൾ വിചാരിച്ചോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നവരാത്രി മണ്ഡപത്തിൽ ക്യൂ ഇരിക്കേണ്ടി വരുമെന്ന്? ശ്രീ ഭഗവതിയുടെ തീരുമാനമാണ്, ഇരിക്കട്ടെ. അവർ ഇത്തിരി പുണ്യമുള്ളവരെ അത്ര ഇവിടെ ഈ ഭാഗത്തെ ക്യൂല് കൊണ്ടുവന്ന് ഇരുത്തുള്ളൂ. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുക. ഇനി നമ്മളാണെങ്കിൽ എന്താ പറയുക? ഇന്ദ്രൻ വന്നിട്ട് വരൂ സ്വർഗത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മുടെ ഹൈന്ദവരുടെ കടകൾ എത്ര വലിയ
ഉത്സവമാണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആയാലും നവരാത്രി ആയാലും അടക്കില്ല. ഒരു സമയം സ്പെസിഫിക് ടൈമും ഇല്ല. ലാഭം, സമ്പത്ത്. മറ്റുള്ളവരെ നോക്കൂ, ആ പ്രാർത്ഥനാ സമയമായ എത്ര വലിയ ബിസിനസ് മാറ്റിവെച്ചും അവർ ആ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലെത്തും. കൂട്ടപ്രാർത്ഥനയുടെ മഹത്വം അതറിയാത്തവൻ ഹിന്ദു മാത്ര. ഇനി നമ്മളുടെ ഈ സമ്പത്തിന് പിറകെ, സ്വർഗത്തിന് പിറകെ ഉള്ള ഓട്ടം ഉണ്ടല്ലോ, എല്ലാതും നശിപ്പിക്കുകയാണ് ചെയ്യാന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓട്ടം നിർത്തിയിട്ട് ആരെ പിന്നാലെ ഓടണം? ശ്രീരാമചന്ദ്രൻ്റെ പിറകെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക്, തീർത്ഥാടനങ്ങളിലേക്ക് ആക്കി മാറ്റണം എന്ന് പറയാ. കാരണം നശിക്കാത്തതായിട്ട് ഒരൊറ്റ സ്വത്തേ ഉള്ളൂ, അതാ ഭഗവാൻ മാത്രം. വേറൊക്കെ നശിക്കും. എന്തെല്ലാം നേടിയില്ലേ? 25 വയസ്സ് വരെയൊക്കെ ആ പണ്ട് കാലത്ത് എഴുതിയ ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ പല സമ്മാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചില്ലേ? പണ്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 25 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വല്ല ചിന്ത ഉണ്ടോ? ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോന്നിനോടാ താല്പര്യം. പക്ഷേ എല്ലാം നമുക്ക് നശിക്കുന്നതാന്ന് മനസ്സിലാകും. എന്താ കൈവിട്ട് പോവാത്തത് അല്ലേ? ഫോണിൽ കയറ്റിയ ഫോട്ടോസ് എത്ര കാലം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത്? ചിലപ്പോൾ വിചാരിക്കുക ഇത് ഞാൻ എന്തായാലും കളയില്ല അല്ലേ, എൻ്റെ മുത്തശ്ശിയുടെ ഒപ്പമുള്ളതാ, മുത്തശ്ശി മരിച്ചതാ. പക്ഷെ അതും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായിട്ടുണ്ടാവും. നശിക്കാത്തതായിട്ട് ഒന്നും ഇല്ല. എന്തേ ഉള്ളൂ? ഈശ്വര സാമീപ്യത്തിനേക്കാൾ വലുതായിട്ട് ഒന്നും നേടാനില്ല ഈ ലോകത്തിൽ. മറ്റുള്ളതെല്ലാം ചെറുതാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ശരഭങ്കൻ അങ്ങനെ കാത്തിരുന്നു. എത്ര കാലം? 3 ശ്വാസക്കാലം. എന്തിനു വേണ്ടിയിട്ടാ? കാത്തിരുന്നാൽ നമുക്കതിന് ഫലം ഭഗവാൻ തരുന്ന. വർഷങ്ങളോളം ഈ ഒരു 3 ശ്വാസം പ്രാണായാമത്തിലൂടെ നീട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഫലം ആയിട്ട് ഭഗവാൻ ശരഭങ്കൻ്റെ ആശ്രമത്തിലേക്ക് ഇങ്ങോട്ട് കയറി വന്നില്ലേ? നമ്മളെ വീട്ടിലേക്ക് ശ്രീരാമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ശ്രീരാമ രാമ രാമ എന്ന് വായിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വന്ന എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ആ മഹർഷിക്ക് ആ ഭാഗ്യം കൊടുത്തില്ലേ? കാത്തിരിക്കുക. ആര് വന്നു? ഇന്ദ്രൻ വന്ന് സ്വർഗം വരെ വാഗ്ദാനം ചെയ്തിട്ടും കാത്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാം? ശ്രീരാമചന്ദ്രനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു. ഭഗവാൻ ഫലം തരും കാത്തിരുന്നാൽ എന്ന തത്വം മനസ്സിലാക്കുക. ഇനി അയോധ്യയിലുണ്ട് ഭഗവാൻ എന്നറിയായിരുന്നു മഹർഷിക്ക്. അങ്ങോട്ട് പോയാൽ മതി, തപസ്സികൾക്ക് വേണമെങ്കിൽ ചെല്ലാം, രാജാക്കന്മാർ നന്നായി സ്വീകരിക്കും. പോയില്ലാലോ? സമയം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഈശ്വര ദർശനം കിട്ടും. ഭക്തൻ്റെ ചിന്ത, ആ ചിത്തശുദ്ധി, അത് ഭഗവാന് മാത്രമേ മനസ്സിലാകൂ. അപ്പം നമുക്ക് ഈശ്വര കൃപയും നേടാം എന്ന് പറയാണ്. നമ്മളുടെ ഭാഗത്ത് ഒരു പടി ഭഗവാനിലേക്ക് പോകണം എന്ന ചിന്ത ഉണ്ടായാൽ 100 പടി ഭഗവാൻ നമ്മളിലേക്ക് വരൂത്രേ. നമ്മളങ്ങനെ ആഗ്രഹിക്കുകയാണ്, അടുത്ത ഞായറാഴ്ച കടാമ്പുഴ പോകണം. പക്ഷെ പല തടസ്സങ്ങളും കാരണം ഇന്ന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പം ഇന്ന് ഞാൻ കൂടേണ്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഹൗസ് വാമിങ്. ഗംഭീരം എന്ന് വെച്ചാൽ അത്രയും ഗംഭീരം. ഇന്നലെ രാത്രി തീരുമാനമാക്കുക, അച്ഛനും മോളും പോയിക്കോളൂ, ഞാൻ ആ ഭഗവതിയുടെ ചോറുണ്ടോളാം, എനിക്ക് ഇതാണ് നോട്ടീസ് അടിച്ച് പോയതല്ലേ, ശരിക്കും 5-ാം തീയതി കഴിയേണ്ടതാ. രാവിലെ എഴുന്നേറ്റ് മോള് പറയും എനിക്ക് ചെവി വേദനിച്ചിട്ട് വയ്യ, പോകുന്ന കരുതി വണ്ടി വരെ ഏൽപ്പിച്ചതാ. ആലോചിച്ച് നോക്കൂ. പിന്നെ എന്താ വെച്ചാൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി, കുറേയൊക്കെ തോന്നലാ, പറഞ്ഞു വെച്ചു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇന്നലെ വൈകുന്നേരം പോയൊരു നാളെയും കേൾക്കണം പ്രഭാഷണം എന്ന് കരുതിയാൽ വരാൻ പറ്റാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളെ കൊണ്ടാ. കാരണം എന്താ? ഭഗവാൻ തീരുമാനിക്കുക ആരൊക്കെ ഏതൊക്കെ കസേരയിൽ എവിടെയൊക്കെ വന്നിരിക്കണം, ആരൊക്കെ എങ്ങനെയൊക്കെ ഈ പ്രഭാഷണം ഉൾക്കൊള്ളണം എന്ന്. അപ്പോൾ ഭഗവാനെ നമ്മൾ അത്രയും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഭഗവാൻ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യണം? കുറച്ച് നേരം അങ്ങനെ ജപിക്കുക, അത് മുടക്കാതിരിക്കുക. ധ്യാനം കണ്ണടയ്ക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖം അല്ലേ? പുറം ലോകം കാണുമ്പോഴാണ് ഈ കമ്പാരിസണും പ്രശ്നങ്ങളും അവനതുണ്ട് എനിക്കിതില്ല എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. കണ്ണങ്ങടെ അടച്ച് ഇത്തിരി നേരം ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുക. ധ്യാനം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. ഇത്തിരി സത്സംഗം, ഫുൾ ടൈം ധ്യാനിച്ചാൽ ഉറങ്ങിപ്പോവും ചിലർ, സാധാരണക്കാർ. സത്സംഗം കൂടാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് കയറി വരിക. എങ്കിലോ ഭഗവാൻ ഉടനെയൊന്നും ചിലപ്പോൾ ഫലം തന്നോളണമെന്നില്ല, വഴിയെ ഗ്രാജുവലി എന്തായാലും നമുക്കത് കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി തന്നെ ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിക്കണം. നമ്മൾ പരിശ്രമിച്ചാൽ അതൊരിക്കലും വെറുതെ ആവില്ല. ഒരു തുളസിപ്പൂവെങ്കിലും ആ രാമചന്ദ്രസ്വാമിയുടെ കാൽപാദങ്ങളിൽ വെച്ചൊന്ന് നമസ്കരിച്ചാൽ അതിനുള്ള ഫലം ഭഗവാന് തരാതിരിക്കാൻ കഴിയില്ല. ക്ഷമ ആവശ്യമാണ് എന്ന് പറയാം. ക്ഷമയുണ്ടായിരുന്നു ശരഭംഗ മഹർഷിക്ക്. അതുകൊണ്ടാണ്
ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് കയറി ചെന്നത്. ഇവിടെ ദേഹത്യാഗം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഈ ശരീരം നശിക്കും. ഇപ്പം മഹർഷി കരുതാണ് ശ്രീരാമചന്ദ്രനെ കണ്ടു, എനിക്ക് എത്ര കാലം വേണമെങ്കിൽ പ്രാണായാമത്തിലൂടെ ഈ ജീവൻ നിലനിർത്താം, കുറച്ചും കൂടി ജീവിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ട്? കുറച്ച് കാലം കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായി ചെയ്ത് തന്നെയല്ലേ, മടുത്തില്ലേ ചെയ്ത് തന്നെ ചെയ്തിട്ട്. സ്ത്രീകളാണെങ്കിൽ ജോലി ഡബിൾ റോളാ, ജോലി സ്ഥലത്ത് ജോലി ചെയ്യണം, അടുക്കളയിലെ വീട്ടിലെ ജോലിയും ചെയ്യണം. ആണുങ്ങളാണെങ്കിലോ പ്രാരാബ്ദം കൊണ്ട് 4-5 ലോണുകൾ, എക്സ്ട്രാ ടൈം, മാസശമ്പളം തികയായ, ബോസിൻ്റെ ചീത്ത. എത്ര വർഷമായി ഇത് കേൾക്കണു? കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ വിരക്തി, മടുപ്പ് വരുത്രേ. മതിയായി ശ്രീരാമചന്ദ്ര. ആ നടയിൽ പോയി നിന്നിട്ട് നമ്മൾ തന്നെ പറയൂത്രേ. അത് തോന്നുന്ന സമയമാണ് ഈ 56 അല്ലെങ്കിൽ 60 റിട്ടയർമെൻ്റ് എന്നും പറഞ്ഞ് പുറത്തേക്കാക്കുന്നവർ. അവരെന്ത് ചെയ്യും? അപ്പോഴാണ് ഗ്രന്ഥം എടുക്കുക. പക്ഷേ ഒരിക്കലെങ്കിലും ഒരു ഗ്രന്ഥം തുറന്നാൽ അതിന് തോന്നിയ പകുതിയായി നാം, പിന്നെ പകുതി ഭഗവാൻ നോക്കിക്കോളും. താൻ പാതി ദൈവം പാതി. ഇവിടെ ദേഹം നശിക്കും എന്ന തത്വം നമ്മളെ മനസ്സിലാക്കിക്കുക. പിന്നെ ആത്മാവ് നശിക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞ പോലെ എവിടെ നിന്നാണോ നമ്മുടെ ജീവാത്മാവ് വന്നത്, അങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കില്ല. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിത, അതിൽ 5നും ജീവനില്ല. ആ ജീവനില്ലാത്ത മണ്ണും വെള്ളവും ഒക്കെ കുഴച്ച് ഉരുട്ടി ഒരു കളിമണ്ണോണ്ട് ഉണ്ടാക്കിയ പ്രതിഭ പോലെയുള്ള ഈ ശരീരത്തിനുള്ളിൽ ഒരു ഇളക്കം വരുന്നുണ്ട്, ജീവൻ. ആ ജീവനാണ് ജീവാത്മാവ്, പരമാത്മാവിൻ്റെ അംശം. ആ ജീവൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നതാണ് മരണം എന്ന് മനസ്സിലാക്കുക. മരണം ഇല്ലാത്ത ആരും ഇല്ലാലോ. അപ്പം നമ്മളുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഈശ്വരനാമ കീർത്തനത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, ആധ്യാത്മിക യാത്രയിലൂടെ ആ ആത്മാവിനെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കുക. ഈ ദേഹം എന്താ? അതിനുള്ള ഒരു ഉപകരണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞതുപോലും കുറച്ച് കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ കിട്ടിയ ശരീരം എത്ര ദിവസമാണെന്ന് അറിയില്ല, അത് വേണ്ട പോലെ ഉപയോഗിച്ചിട്ട് മോക്ഷം നേടാൻ ശ്രമിക്കുക, ആത്മീയമായ ഉന്നതി നേടാൻ ശ്രമിക്കുക, ആത്മീയമായി രതി കണ്ടെത്തുക, ആ കൽക്കണ്ടം അങ്ങനെ അനുഭവിക്കുക. അതിനുള്ള അവസരങ്ങൾ മുടക്കാതിരിക്കുക. ഇനി മുനി നമ്മളോട് എന്താ പറയുന്നത്? സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാനെ കാണുക, ഭഗവത് ദർശനം എന്ന് മനസ്സിലാക്കാൻ പറയുക. ക്ഷമയോടെ ഭക്തിയോടെ നിങ്ങൾ കാത്തിരുന്ന ഫലം ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ലോകസുഖം തേടിയ അത് ലോകസുഖേ തരൂ. ഇവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ശത്രുമുട്ട്. ആരാ ശത്രു? നമ്മൾക്കൊന്നും ശത്രു ഇല്ലേ, വെറുതെ തോന്നുക ഉള്ളിലാ ശത്രു. അമ്പലത്തേക്ക് പോകണ്ടാ തോന്നണില്ലേ, അതന്നെ ശത്രു, നമ്മൾ തന്നെ നമ്മുടെ ശത്രു. ഉദ്ധരേതാത്മനാത്മാനം ഗീത പറയുന്നില്ലേ? നമ്മൾ ആത്മാവിനെ ഉദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രു. ഇനി നമ്മൾ ഭഗവാനെ തേടി ഇവിടെ വന്നാലോ, അപ്പോൾ ഭഗവതിയെ തന്നെ കിട്ടും. കാരണം ഭക്തി വേണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കഥ, എനിക്കിത്തിരി ഭക്തി തരൂ അമ്മേ എന്ന് ആഗ്രഹിച്ച ഭക്തിയാ തരിക. എനിക്ക് സമ്പത്ത് വേണം, ഒരുപാട് വലിയ പണക്കാരനാവണം, അപ്പം സമ്പത്ത് കൊടുത്തിട്ട് അങ്ങനെ ദുരിതപ്പെടുത്തും. ഒരുപാട് സമ്പത്തുള്ളവന് ടെൻഷൻ കൂടുതലാത്രേ. നമ്മൾ വിചാരിക്കും അംബാനിക്ക് സുഖമാണ്, അംബാനിയുടെ അത്ര ടെൻഷൻ വേറെ ആർക്കും ഉണ്ടാവില്ല. കൂടുതൽ സമ്പത്ത് ഉണ്ടാവാതിരിക്കുക നല്ലത്. ഇനി അടുത്ത പോർഷനിൽ മുനിമണ്ഡല സമാഗമം. ഇവിടെ പറഞ്ഞില്ലേ, ശ്രീരാമചന്ദ്രൻ ശരഭംഗാശ്രമത്തിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ മുനീശ്വരന്മാരെല്ലാം ഓടി വന്നു എന്ന്. അതാണ് മുനി മണ്ഡല സമാഗമം എന്ന് പറയുന്നത്. ഹെഡിങ്ങൊക്കെ ഡീപ്പായിട്ട് വായിച്ച് ഇരുത്തി ചിന്തിക്കണം. ഇന്നലെ പറഞ്ഞില്ലേ, ചിന്തിക്കുക, വീണ്ടും ചിന്തിക്കുക. മുനിമാരെല്ലാവരും കൂടി ഒത്തുകൂടി. എന്താ അതിൻ്റെ സവിശേഷത? അപ്പോൾ ഇവിടെ നിങ്ങൾ മാതൃസമിതിക്കാരെല്ലാവരും കൂടി ഒത്തുകൂടി. എല്ലാവരും ഒരേ ചിന്ത, സൽചിന്ത, സൽപ്രവൃത്തി, സൽക്കർമ്മം ഇത് മാത്രം ചെയ്യുന്നവരാ. ഇവിടെ രാമൻ വന്നു എന്നറിഞ്ഞതും ശരഭംഗാശ്രമത്തിലേക്ക് പലരും ഓടി വന്നു. എന്താ കണ്ടത്? ശരഭംഗ മഹർഷി ദേഹത്യാഗം ചെയ്യുന്നു. ഇതറിഞ്ഞു ഓടിയെത്തിയ മുനീശ്വരന്മാരെല്ലാവരും കൂടി ആരുടെ കൂടെ കൂടി? ശ്രീരാമചന്ദ്രൻ്റെ 4 പുറവും കൂടുകയാണ്. അവരെന്താ പറയുന്നതെന്നോ, ആനന്ദത്തോടെ ഭഗവാന്റെ ആ തിരുവുടൽ കണ്ടപ്പോൾ പറയാണ്, മഹർഷിമാരൊക്കെ ഒന്ന് വന്ദിച്ചു ശ്രീരാമചന്ദ്രന്. നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു, പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭൂവി മാർത്താണ്ഡകുലത്തിങ്കൽ. ഈ ഭൂമിയില്, സൂര്യവംശത്തില് ഭൂമിയുടെ ഭാരം തീർക്കാൻ അങ്ങ് ശ്രീരാമനായി അവതരിച്ചതാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആര് പറഞ്ഞിട്ട്?
ബ്രഹ്മദേവൻ അർപ്പിക്ക മൂലം. ഇതൊക്കെ ആർക്കറിയാം? മുനീശ്വരന്മാർക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ കൂടെയുള്ള ലക്ഷ്മണൻ ആരാണ്? ശേഷനാഗമാണ് എന്ന് ഞങ്ങൾക്കറിയാം. സീതാദേവി ലക്ഷ്മി ദേവിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാണ് പ്രഭു എന്ന് അങ്ങോട്ട് പറയാണ് ശ്രീരാമചന്ദ്രനോട് മുനീശ്വരന്മാർ. ഇനി ഈ അഭിഷേക വിഘ്നം എന്തിനാ വന്നത്? ഞങ്ങളുടെ ദുഃഖം തീർക്കാനാണ്. കാരണം അഭിഷേക വിഘ്നം വന്നെങ്കിൽ മാത്രമേ ശ്രീരാമചന്ദ്രൻ കാനനത്തിലെത്തൂ, അല്ലെങ്കിൽ അവിടെ അയോധ്യ ഭരിച്ചുകൊണ്ടിരിക്കില്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ ദുഃഖം എന്താ? ഈ രാക്ഷസന്മാർ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, നേരാവണ്ണം ഒരു യാഗം നടത്താൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് യാഗഭൂമിയിലേക്ക് ഇറച്ചി കഷ്ണങ്ങളും മാംസവും രക്തമൊക്കെ കൊണ്ടുവന്നിടും. അതൊക്കെ തീർക്കാൻ വേണ്ടി ഹേ ശ്രീരാമചന്ദ്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയാണ് മഹർഷീശ്വരന്മാർ. ഈ മഹർഷിമാർ കൂട്ടം കൂട്ടമായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരഭംഗ മന്ദിരത്തിലേക്ക്. അപ്പോഴേക്ക് ഇദ്ദേഹം ദേഹത്യാഗം ചെയ്തു പോയി. അതൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. കാരണം ഭക്തന്മാരങ്ങനെ ചെല്ലുമ്പോൾ ഭഗവാന് വലിയ സന്തോഷാത്രേ. ഭഗവാൻ ഇങ്ങനെ നോക്കൂത്രേ ഗുരുവായൂരാ നടക്കിൽ നിന്നിട്ട്, ഇന്ന ഭാഗത്തുനിന്ന് ഒരാൾ വരാമെന്ന് ആഗ്രഹിച്ചുല്ലോ, എത്തിയില്ലാലോ. നമ്മളെ നോക്കി നോക്കി നിൽക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി ശ്രീ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുത്രേ നമ്മളവിടെ നിന്ന് എത്തണം. ഭക്തന്മാരെത്തുന്ന ക്ഷേത്രങ്ങൾക്ക് കീർത്തി കൂടുന്ന. അപ്പോൾ ചോറ്റാനിക്കര എന്താ അത്ര തിരക്ക്? അത്രയും ഭക്തജനങ്ങൾ ചെല്ലണു. കാടാമ്പുഴ ദേവി ക്ഷേത്രം എന്താ ഇത്ര തിരക്ക്, ഇത്ര ചൈതന്യം? അത്രയും ഭക്തജനങ്ങൾ അവിടെ വന്ന് തൊഴുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരുപാട് പർണശാലകൾ കെട്ടി താമസിക്കുന്നുണ്ട് ശരഭംഗ മന്ദിരത്തിൻ്റെ 4 പുറവും. എല്ലാവരും ഓടി വന്നു. ഇപ്പം എന്തപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി വരുന്നത്? ഭഗവാനെ കാണാൻ മാത്രമാണോ? അല്ല, ഞങ്ങളുടെ എല്ലാം ആശ്രമത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കൂട്ടിയും കൊണ്ട് അങ്ങനെ പോവുക. ഈ ഓരോ പർണശാലകൾ കണ്ട് മുന്നോട്ട് നടന്ന് പോയപ്പോൾ അവിടെ ഒരു കുന്ന് കാണാണ്ടത്രേ. എന്തിൻ്റെ കുന്നാന്നറിയോ? ഒരുപാട് തലയോട്ടികൾ, മനുഷ്യൻ്റെ അസ്ഥികൾ, അങ്ങനെ നിറച്ച് വലിയൊരു കുന്നുപോലെ വെച്ചിരിക്കുക. ഇത് കണ്ടപ്പോൾ ഭഗവാൻ അവിടെ നിന്നുത്രേ. ഭഗവാൻ അവിടെ നിന്നിട്ട് ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു ഇത്രേ, ഇതെന്താപ്പോ ഇങ്ങനെ ഒരുപാട് അസ്ഥി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആശ്രമത്തിലെ മുനീശ്വരന്മാർക്കൊക്കെ വലിയ സങ്കടം വന്നു. അപ്പം തന്നെ ഭഗവാന് തോന്നി എന്തോ പ്രശ്നമുണ്ട്, ജീവജാലങ്ങളുടെ അസ്ഥികളല്ല. അപ്പോൾ പറയാണ്, ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട്. നമ്മൾ വിചാരിക്കും മഹർഷിയല്ലേ, തപശക്തി കൊണ്ട് രാക്ഷസനെ അങ്ങോട്ട് ദയിപ്പിച്ച് കളയാന്ന്. പക്ഷേ ഈ തപശക്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കാലഘട്ടം കഴിയണം. ഇവരെന്താ പറഞ്ഞറിയോ? വേണ്ടത്ര തപശക്തി കിട്ടിയിട്ടില്ലാത്ത ദുർബലന്മാരായ ഒരുപാട് തപസ്സികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ കാനനത്തിൽ. ആ രാക്ഷസന്മാരെല്ലാം കൂടി വന്നിട്ട് എന്ത് ചെയ്തു? ഈ തപസ്സീശ്വരന്മാരെ കൊന്നു തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? എല്ലും അസ്ഥിയും അല്ലേ, തലയോടും. അതവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഹേ കരുണാമയനായ ശ്രീരാമചന്ദ്ര ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതായത് രാമൻ്റെ ഈ ദയനീയമായ ഒരവസ്ഥ. കാരണം ഭഗവാനെ ആശ്രയിച്ചിട്ട് മുനീശ്വരന്മാർക്ക് രാക്ഷസരുടെ ഭക്ഷണമാവേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിച്ച് തപസ്സിന് വന്ന മുനിമാരാ. അതുകൊണ്ട് ഭഗവാന് ഉള്ളിലൊരു വിഷമം തോന്നി, ദയനീയമായൊരവസ്ഥ. പക്ഷേ ഈ രാക്ഷസന്മാർ കൊന്നു തിന്നു എന്ന് പറയുമ്പോൾ ഇനിയും എത്രയോ പേര് തപസ്സിന് വേണ്ടി ആശ്രമങ്ങളിലേക്ക് വരും, കാനനത്തിലേക്ക് വരും. അവരെ രക്ഷിക്കണ്ടേ? അപ്പോൾ തീരുമാനിച്ചു ഭഗവാൻ, ദണ്ഡകാരണ്യത്തിൽ സകല രാക്ഷസരെയും ഞാൻ എന്തു ചെയ്യും? വധിച്ചു കളയാം എന്നൊരു പ്രതിജ്ഞ അവിടെ വച്ചിട്ട് ശ്രീരാമചന്ദ്രൻ മുനീശ്വരന്മാർക്ക് കൊടുത്തു. ഇനി അതിനുശേഷം സന്തോഷത്തോടുകൂടി എല്ലാ യോഗീശ്വരന്മാരും യാഗാദി കർമ്മങ്ങൾ ചെയ്യാണ്. ഇനി നിങ്ങളെല്ലാവരും യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചോളൂ, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നൊരു വാക്ക് ശ്രീരാമചന്ദ്രൻ കൊടുത്തു. മുനിമാരെല്ലാം സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. ഇങ്ങനെ അവർ നൽകിയ വലിയ ആതിഥ്യമര്യാദ, ആതിഥ്യം, പൂജ ഇതെല്ലാം ഭഗവാൻ സ്വീകരിച്ച് എത്ര കാലം അവിടെ താമസിച്ചു? 13 വർഷം ഭഗവാൻ കാനനത്തിൽ മഹർഷീശ്വരന്മാരുടെ കൂടെ താമസിച്ചു. 1 വർഷം എങ്ങടാ പോയത്? ആ 1 വർഷമാണ് സീതേനെ എവിടെ കൊണ്ടിരുത്തിയത്? ലങ്കയിൽ കൊണ്ടുപോയിരുത്തിയത്. കഴിഞ്ഞ വർഷം ഒരു പ്രഭാഷണം, ഈ പ്രഭാഷകർ മറ്റുള്ള പ്രഭാഷണങ്ങളും കേൾക്കും, വളരെ കേമമായിട്ട് പറയാണ്, 14 വർഷം സീതാദേവിയെ രാവണൻ എവിടെ കൊണ്ടുപോയിരുത്തി? ലങ്കയിൽ കൊണ്ടുപോയിരുത്തി.
ഉണ്ടായോ? ഇല്ലല്ലോ. രാമായണം വായിച്ചിട്ടുണ്ടോ? അയാൾ രാമായണത്തിലൂടെ പോയോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ നമ്മളൊന്നും പറഞ്ഞാൽ ആരും എടുക്കില്ലല്ലോ. പക്ഷെ അറിവില്ലാത്തവർ അതെന്നെ വിശ്വസിക്കും, ഇവരൊക്കെ പറഞ്ഞതന്നെ ശരി. ആരും അറിവിൽ പൂർണ്ണരല്ല. ഈ 13 വർഷം ആ ദണ്ഡകാരണ്യത്തിൽ അങ്ങനെ സുഖമായിട്ട് തന്നെ ഭഗവാൻ ഇതൊക്കെ ഇഷ്ടം. ഭഗവാൻ ആരെ ഇഷ്ടം? ഭക്തിയുള്ളവര് രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥനയോടുകൂടി നിവർന്നിരുന്ന് ഭഗവാനെ സ്മരിക്കുന്നു, സന്ധ്യാവന്ദനം ചെയ്യുന്നു, ഗ്രന്ഥപാരായണം ചെയ്യുന്നു, ക്ഷേത്ര ദർശനം ചെയ്യുന്നു. ഇതൊക്കെ എന്താ? പഞ്ചമഹായജ്ഞങ്ങളാണ്. ഇതൊക്കെ ചെയ്യുന്ന ആ ഭക്തന്മാരുടെ കൂടെ സന്തോഷത്തോടുകൂടി എപ്പോഴാ അത്രയൊക്കെ ദിവസം പോയി അറിഞ്ഞില്ല പറയുന്നത് ചിലര് അല്ലേ. ഇന്നലെ ഒരു അമ്മ പറഞ്ഞു 2 മണിക്കൂർ എപ്പോഴാ തീർന്നേ ടീച്ചറെ, സന്തോഷം തോന്നിയത് പറയണല്ലോ. അപ്പോൾ 13 വർഷം പോയതറിയാതെ അങ്ങനെ താമസിച്ചു അവരുടെ കൂടെ, ഈ മഹർഷീശ്വരന്മാരുടെ കൂടെ. ഈ ഭാഗത്ത് നിന്ന് മുനിമണ്ഡല സമാഗമം എന്ത് തത്വമാണ് രാമായണത്തിലൂടെ പോകുന്ന ഭക്തൻ മനസ്സിലാക്കേണ്ടത്? മുനി മണ്ഡല സമാഗമം. അപ്പോൾ ഹെഡിങ്ങിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം. മുനിമാരെ ഒറ്റയ്ക്കല്ല ഭഗവാനെ കാണാൻ വന്ന്, കൂട്ടമായിട്ടാണ്. അപ്പോൾ നിങ്ങളും കൂട്ടമായിട്ട് പല സ്ഥലത്തുനിന്ന് വന്നവരല്ലേ. രാമനെ സമീപിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരാതെ കൂട്ടമായി വന്നിട്ട് ഒരു പ്രാർത്ഥന. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒറ്റയ്ക്ക് പോരണ്ട പറഞ്ഞില്ലേ. വീട്ടിൽ കൊണ്ടുവരാതെ പോന്നാൽ അവർക്ക് വിഷമമായി. ഇന്നലെ ഇപ്പോൾ രാവിലെ എപ്പോഴാണ് പോണേ? ചിലപ്പെങ്കിലേ ഞാനുള്ളൂ. പക്ഷേ 8:30 വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോണ്ട് വേഗം വന്നിട്ട് ഞാനുണ്ട്. 8:45 വരെ അവിടെ വെറുതെ നിന്നു. കൊണ്ടുവരാതെ പോകുന്ന ഒരു സമാധാനം ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെയാണ് വീട്ടിലുള്ളവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരാതെ പോകുന്ന വിഷമമായിരിക്കും. കൂട്ടമായുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ലേ, ഹൈന്ദവൻ കൂട്ടമായി വിളിക്കാത്തത് കൊണ്ടാണ് ഹൈന്ദവന് ഉയരാത്തത്. കൂട്ടമായ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ എത്ര ഉന്നതങ്ങളിൽ എത്ര സുഖസൗകര്യമായിട്ടാണ് അവരൊക്കെ എല്ലാം കഴിച്ചു കൂട്ടുന്നത്. എന്തേ ഹിന്ദു നന്നാവാത്തത്? കൂട്ടമായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇവിടെ മുനീശ്വരന്മാരെന്താ ചെയ്ത്? കൂട്ടപ്രാർത്ഥന. നിങ്ങളിവിടെ മാതൃസമിതി എന്താ ചെയ്യുക? ഒരാളിരുന്നാണ് നാരായണീയം വായിച്ചാൽ പോരെ? നിങ്ങൾ നാരായണീയ സമിതിയൊക്കെ ഉണ്ടാക്കി ഒരേപോലെ ആ ഡ്രസ്സിൽ പോലും നിങ്ങളുടെ യൂണിറ്റി ഐക്യം കാണാം. ഒന്നിച്ചിരുന്ന് കാടാമ്പുഴ മാതൃസമിതി പോയിട്ട് ഏവം ചതുർദശ ജഗന്മയതാംഗതസ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ നാരായണീയത്തിലൂടെ പോകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സുഖം, ആ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക്, അർച്ചനയ്ക്ക്, സമർപ്പണത്തിന് കിട്ടുന്ന ഒരു അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ കൂട്ടമായിട്ട് ഓരോ മഹർഷീശ്വരന്മാരും വന്നങ്ങനെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാന് അവരെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൈന്ദവ ഭവനങ്ങളിൽ സന്ധ്യക്കെങ്കിലും കൂട്ടപ്രാർത്ഥന നടക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നോക്കൂ, അവരുടെ പോസിറ്റീവുകൾ നമ്മൾ എടുക്കണം. അതാ ഞാൻ പറയുന്നത് കേട്ടോ. ആരും മോശക്കാരല്ല, എല്ലാ മതങ്ങളും ഒന്നിലേക്കാണ് ചൂണ്ടുന്നത്. സന്ധ്യയാകുമ്പോൾ നാമം ചൊല്ലടാന്ന് അമ്മ നാമം ചൊല്ലും. രാമനാമം ചൊല്ലടാന്ന് പോലും പറയില്ല. നേരെ മറിച്ച് അമ്മയും കുട്ടിയും എല്ലാവരും ഇരുന്നിട്ട് ഒന്നിച്ച് ആ രാമായണം ചൊല്ലുമ്പോൾ ആ കീർത്തനങ്ങൾ, സ്തുതി, ലാസ്റ്റ് ആ ബ്രഹ്മാവിൻ്റെ സ്തുതിയൊക്കെ വരുമ്പോൾ എന്താ സുഖം. കീർത്തനങ്ങൾ അങ്ങനെ ഒന്നിച്ച് ചൊല്ലുമ്പോൾ എന്താ ഒരു സുഖം. നാമം ഒന്നിച്ച് 108 എണ്ണം ജപിക്കുമ്പോൾ എന്താ ഒരു സുഖം. അപ്പോൾ കൂട്ടമായി വിളിക്കുമ്പോൾ നിങ്ങൾ ആ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ആ വിഗ്രഹം കൃഷ്ണൻ്റെ ആയിരിക്കാം, ഭഗവതിയുടെ, അല്ലെങ്കിൽ ആ ഫോട്ടോ ഉണ്ടല്ലോ, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ, ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ നിങ്ങൾ 18 ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ദേവതയുടെ ചൈതന്യം അവിടെ ഉണ്ടായിരിക്കുന്ന. അപ്പോൾ വിളി കേൾക്കാതിരിക്കാൻ കഴിയില്ല. കൂട്ടമായി അങ്ങനെ പ്രാർത്ഥിക്കുക. ഇവിടെ മുനീശ്വരന്മാരെന്താ ചെയ്ത്? കൂട്ടമായി വന്ന് പ്രാർത്ഥിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് നേടട്ടെ അല്ല എന്നല്ല. മഹർഷീശ്വരന്മാരെന്താ ചെയ്ത്? ഇപ്പൊ ശ്രീരാമരക്ഷാസ്തോത്രം മുനീശ്വരന്മാർ ഉപദേശിക്കുക, ഉറക്കത്തിലാണ് ഉപദേശിക്കുന്നത്. എന്താ ചെയ്ത്? അതൊക്കെ നമുക്ക് തന്നു. നമ്മൾ ചൊല്ലാറില്ലേ, രാമായ രാമചന്ദ്രായ രാമഭദ്രായ. അതൊക്കെ ഇവിടെ വരുന്നതാ ഈ രക്ഷാസ്തോത്രത്തിൽ വരുന്ന. ഇന്ദിരാ ഭഗവാൻ നമുക്ക് തന്നെ അറിവ് കെട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു വെക്കണ്ട. ഒരു വിളക്കിൽ നിന്ന് എത്രയോ വിളക്ക് നമുക്ക് കൊളുത്താല് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുക. ഭക്തജനങ്ങൾ അറിയട്ടെ, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കുക, ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. അറിവാണ് എല്ലാം എന്ന് മനസ്സിലാക്കുക. അറിവുണ്ടോ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അതായത് സത്സംഗം കൂടി മുനീശ്വരന്മാര്, സത്തുക്കളുടെ കൂട്ടായ്മയാണ് സത്സംഗം. എല്ലാവരും സത്തുക്കളല്ലേ മുനീശ്വരന്മാര്. അവരുടെ ഒരു സത്സംഗം അവിടെ സംഭവിച്ചു. ഇന്നലെ എന്താണ് സൂയ പറഞ്ഞത്? സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. സത്തുക്കളോട് കൂടി ചേരുന്നത് സത്സംഗം. അപ്പൊ സത്സംഗം അവിടെ ഉണ്ടായി. ആത്മീയമായ വളർച്ചയും നമുക്ക് കിട്ടും എന്ന് പറയാ. ഒറ്റയ്ക്കായാലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകാദശിയൊക്കെ നോറ്റു. ആ ചലനം എന്ത്? ഭാഗവതം ദശമം അങ്ങോട്ട് ഇരുന്നു. ഏകാദശി നോറ്റ പട്ടിണിയല്ലേ, ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴേക്ക്
തൂങ്ങലുടങ്ങും, ഉറക്കം വരും. നേരെ മറിച്ച് ഇവിടെ അങ്ങോട്ട് വന്നിരുന്നു, ഇന്ന് ഏകാദശിയാണ്, നമുക്ക് ദശമം വായിച്ച് തീർക്കാം, ഒന്നും വേണ്ട അവതാരം മുതലെങ്കിലും. എല്ലാവരും കൂടി വായിക്കുമ്പോൾ ഒരാളിങ്ങനെ തൂങ്ങിയാലും മറ്റാളൊന്ന് തോണ്ടും, ഇല്ലേ? സംഭവിക്കാറില്ലേ? ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതിനെക്കുറിച്ചൊരു പാലം ഇട്ട് തരികയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രന്ഥങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സ് തളർത്താൻ ഒറ്റയ്ക്കിരിക്കാതെ കൂട്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്തിയിൽ ഉയർന്നു നിൽക്കുക, വിശ്വാസത്തിൽ, ദൃഢമായ വിശ്വാസത്തിൽ ഉയർന്നു നിൽക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇത് കൂട്ടായ്മയുടെ ശക്തിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഹൈന്ദവരെല്ലാവരും കൂടിയും കൂട്ടമായിട്ട് നിന്ന് എതിർക്കുമ്പോൾ പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? അങ്ങാടിപ്പുറം അമ്പലത്തിൽ എന്തായിരുന്നു ഇതുവരെ നടന്ന്, അല്ലേ? ദേവസ്വം ബോർഡ് എന്ന് പറയരുത് എന്നാ, പക്ഷെ ഇപ്പം അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. പലയിടത്തും വടംവലി നടക്കുന്നുണ്ട്, ഇല്ലേ? കൂട്ടമായി ഹൈന്ദവൻ പ്രവർത്തിച്ചാൽ അവൻ്റെ ആരാധനാമൂർത്തികൾ അവൻ്റെ കീഴിൽ തന്നെ ഇരിക്കും. നമ്മളല്ലേ ശരിക്കൊരു ക്ഷേത്രത്തിനെ പരിപാലിക്കുന്നത്? ആരാ? ഭക്തനാ, ഭക്തജനങ്ങളാ. അതുകൊണ്ട് ആ ഭക്തനാണ് ഏറ്റവും എനിക്ക് വലുത് എന്ന് ഭഗവാൻ പറയുന്നത്. ഭക്തജനങ്ങളില്ലേ, വേറൊന്നും ഇല്ലാലോ, പിന്നെ എന്ത് കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടെന്താ? അതുകൊണ്ട് നിങ്ങൾ കൂട്ടമായി ഒന്നിച്ചു നിന്ന് എന്നെ പ്രാർത്ഥിക്കണം എന്ന ഒരു തത്വം കൂടി ഭഗവാൻ ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാം. ഇനി ദുഃഖം. മുനിമാർക്കൊക്കെ ദുഃഖം ഉണ്ടായിരുന്നു രാക്ഷസന്മാരവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ. പക്ഷേ അവരെന്താ ചെയ്തത്? ദുഃഖിച്ച് അവിടെ വെറുതെ ഇരുന്നുവോ? വീട്ടിലിരിക്കുകയാണ്, എന്നും ദുഃഖം പ്രശ്നങ്ങളാണ്, ഇങ്ങോട്ട് വരാൻ വയ്യ. അങ്ങനെയല്ല, ശ്രീരാമചന്ദ്രൻ വന്നു എന്നറിഞ്ഞപ്പോൾ ആ ദുഃഖമൊക്കെ മറന്നവർ ഓടി വന്ന് ആശ്രയിച്ചു. ഗോപികമാര് കൃഷ്ണന് ചെന്ന് ആശ്രയിച്ചതുപോലെ ഇവിടെ ശ്രീരാമചന്ദ്രനെ ആശ്രയിക്കാൻ ആര് തയ്യാറായി? മുനീശ്വരന്മാർ തയ്യാറായി. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ പരാതി, പലരും ഒരു കംപ്ലൈൻറ്റ് ബോക്സാ, പരാതിയോട് പരാതിയാവും. തിരുനടയിൽ വന്നിട്ട് ഒരു സ്ത്രീ കരഞ്ഞു പറയുക, ഭഗവാനോട് ഒരിക്കലും കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടതാണ്, ഭഗവാന് കരയുന്ന ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ? കരഞ്ഞു കഴിഞ്ഞാൽ ഭക്തൻ്റെ ഒപ്പം ഭഗവാനും കരയും. അതുകൊണ്ടാണ് പേരുള്ളപ്പോൾ അവിടെ അമ്പലത്തിലേക്ക് വരണ്ടങ്ങൾ വീട്ടിലിരുന്ന് കരഞ്ഞു എന്ന് പറയുന്നത്. കാരണം സങ്കടം, ഭഗവാനെ കണ്ടാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ കണ്ടാൽ നമ്മൾ സങ്കടം ഇരട്ടിക്കല്ലേ ചെയ്യുക. ആ ബ്രഹ്മയെ, അത് എന്താ സംഭവം എന്നറിയോ? നമ്മളുടെ പിതൃയജ്ഞം ദേവയജ്ഞത്തെക്കാൾ മുകളിലാണ്. അതുകൊണ്ട് ആ സമയത്ത് വരണ്ടെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു പരാതിപ്പെട്ടിയാവാതെ ഭഗവാനെ അങ്ങോട്ട് ആശ്രയിച്ചാൽ മതി എന്ന് പറഞ്ഞു തരികയാണ് ഈ മുനീശ്വരന്മാരുടെ. ആലോചിച്ച് നോക്കൂ, എത്രയോ കൂടെ അർച്ചന നടത്തിയിരുന്ന മുനീശ്വരന്മാരെ എല്ലാം രാക്ഷസൻ പിടിച്ച് കൊന്നു തിന്നുന്ന അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. എന്നിട്ടും അവരെല്ലാവരും എന്ത് ചെയ്തു? ദുഃഖം വന്നു എന്ന് കരുതിയിട്ട് ഭഗവാനിൽ നിന്നകന്നു. നമ്മളെന്താ ചെയ്യുക? ഇത്രയൊക്കെ വിളിച്ചിട്ടും എന്നെ ഒരു അനുഗ്രഹിക്കുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇട്ടു, ഡ്രോപ്പ് ചെയ്തു. ഒരിക്കലും വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ദുഃഖം വന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്? ഭഗവാനിൽ നിന്നകലരുത് എന്നൊരു പാഠം കൂടി നമുക്ക് പറഞ്ഞു തരാം. ശരണാഗതി അങ്ങോട്ട് അടയുക, അതാണ് നമ്മുടെ ശക്തി. സ്വയം ഒന്ന് ശ്രമിച്ചാൽ മതി. എന്തേ വേണ്ടു? ഭഗവാനെ ആശ്രയിക്കുക. കാശിനൊന്നും ചെലവില്ലല്ലോ. മനസ്സുകൊണ്ട് ഒരു മാനസപൂജ നടത്തിയിട്ട് ഭഗവാനോട് അങ്ങനെ സംസാരിക്കുക, സംവദിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ എല്ലാം എനിക്ക് തരും. എങ്ങനെ ഉറപ്പിക്കണം? എല്ലാം എനിക്ക് ചെയ്യാനാവും എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എല്ലാം ഭഗവത് കൃപയാൽ എനിക്ക് ചെയ്യാൻ പറ്റും, എല്ലാം നടക്കും എന്ന് ചിന്തിക്കുക. ഇനി ഈ അവതാരത്തിൻ്റെ മഹത്വം എന്താ? ശ്രീരാമാവതാരം. സ്വയം ഭഗവാൻ ദുഃഖിതനാ. എന്താ കാരണം? രാജ കിരീടം ചൂടി അയോധ്യ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആളാണ് ഈ മെതിയടിയും കൂടി ഇന്നലെ ഉരി കൊണ്ട് പോയില്ലേ? കല്ലും മുള്ളും നിറഞ്ഞ കാട്ടിലൂടെ നടക്കുന്നത്. ശരിയാവണ്ണം ഭക്ഷണം പോലും ഇല്ല. സത്യത്തിൽ ദുഃഖം ഉണ്ടാവും ഉള്ളില്. മനുഷ്യനല്ലേ, മനുഷ്യനായ ദുഃഖങ്ങളേ ഉള്ളൂ. എത്ര നേരം ചിരിക്കുന്നേ ചോദിച്ചില്ലേ? അതാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഭഗവാൻ സ്വയം ദുഃഖിതനായിട്ടും മുനിമാരുടെ ദുഃഖം കേട്ടപ്പോൾ എന്താ ചെയ്ത്? അവരെ ആശ്വസിപ്പിച്ചു. അതാണ് അവതാരത്തിൻ്റെ മഹത്വം. സമൂഹത്തിൻ്റെ വേദന തീർക്കാൻ ആര് ശ്രമിക്കണം? അധികാരികൾ ശ്രമിക്കണം. ഇവിടെ ആരാ അധികാരി? രാജാവാണ് ശരിക്കും. രാജസിംഹാസനത്തിൽ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. പ്രജകളുടെ, മുനീശ്വരന്മാരുടെ ദുഃഖം, വേദന കേട്ടപ്പോൾ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർത്തു തരാം, അവരെല്ലാം ഞാൻ വധിച്ചു കളയാന്ന് പറഞ്ഞു. അതാണ് ശരിക്കും ഒരു ഭക്തഹൃദയം, രാമഹൃദയം എന്ന് പറയാം. ഇനി നമ്മളാണെങ്കിലോ, മുനിമാരൊക്കെ കൂടി രാമനെ ക്ഷമയോടെ കാത്തിരുന്നു, ഇല്ലേ? പക്ഷേ നമ്മളെന്താ ചെയ്യുക? കുറച്ച് ദിവസമൊക്കെ കാത്തിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിടും. അങ്ങനെ വിടരുത് എന്ന് വീണ്ടും വീണ്ടും രാമായണം പറയുക. സർവ്വതും നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് കാത്തിരിക്കുക. ഭയം മാറി ആനന്ദം മനസ്സിലങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇന്ന് പറയേണ്ട 4ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. ഇനി അരമണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് സമർപ്പിക്കാം. രാമായണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഭാഗമാണെന്ന് തോന്നും, പക്ഷെ അതിലെ തത്വങ്ങളുണ്ടല്ലോ
കാരണം വാൽമീകി രാമായണം 3 ഒളിയുണ്ട്, അതിനിങ്ങോട്ട് ആറ്റി കുറുക്കി 24,000 ശ്ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് കുറുക്കിയിട്ടേ നാരായണീയം പോലെ ഭാഗവതം കുറുക്കിയ പോലെ അധ്യാത്മരാമായണം ഇങ്ങോട്ട് ചെറുതാക്കി വെച്ചതാ. പക്ഷേ ആചാര്യനെ നമിക്കണം, തുഞ്ചത്ത് ആചാര്യനെ. മലയാള ഭാഷയിൽ ഇത്രയും കടുകട്ടിയായ സംസ്കൃത ശ്ലോകങ്ങളിലെ അർത്ഥങ്ങൾ ഇത്രയും കുറുക്കി എഴുതി വെച്ചുല്ലോ, അതന്നെ മഹാനുഭാവൻ, ശരിക്കും ഭഗവാന്റെ അവതാരം തന്നെ. ഇനി അടുത്ത ഭാഗം നോക്കൂ, സുതീക്ഷ്ണാശ്രമ പ്രവേശം. ഇനിയും ഭഗവാൻ ഓരോ ആശ്രമങ്ങളിലേക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, രാമൻ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ദണ്ഡകാരണ്യത്തിലൂടെ നടക്കുമ്പോൾ രാമൻ മറ്റൊരു മനോഹരമായ സുതീക്ഷ്ണന്റെ ആശ്രമം കാണാം. സുതീക്ഷ്ണാശ്രമം എന്തത്ര മനോഹരമാവാൻ കാരണം, അവിടെ പലതരം പക്ഷിമൃഗാദികളെ കണ്ടു, വൃക്ഷലതാദികളെ കണ്ടു, മനോഹരമായ പൂക്കൾ കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിന് കണ്ണിനൊരു കുളിർമയാണല്ലോ. ഒന്നും ഇല്ലാത്തൊരു സ്ഥലവും കണ്ടില്ലേ അഹല്യയുടെ ഭാഗം വന്നപ്പോൾ. ഇതെല്ലാം കണ്ടപ്പോൾ ഭഗവാൻ നല്ല നയനാനന്ദം എന്ന് പറയില്ലേ, നല്ല സുഖമായി. ഇപ്പം നല്ലൊരു പ്രഭാഷണം, ഒരു കീർത്തനം കേൾക്കുമ്പോൾ കർണസുഖം കിട്ടില്ലേ, അതുപോലെ ഇവിടെ സുതീഷ്ണൻ മനസ്സിലാക്കുക, യോഗശക്തി കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗവാൻ വരുന്നുണ്ട് എന്ന്. ഭഗവാനെ എതിരേറ്റ് സ്വീകരിച്ച് അങ്ങോട്ട് ഇരുത്തി അർഘ്യപാദ്യങ്ങളൊക്കെ നൽകുകയാണ് സുതീഷ്ണൻ ആശ്രമത്തിനുള്ളിൽ കൊണ്ടുപോയിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമചന്ദ്ര അങ്ങയുടെ നാമം ജപിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു സ്തുതിയാണ്. എന്താ സ്തുതിക്കുന്നതെന്നറിയോ, അങ്ങ് പരമാത്മാവല്ലേ രാമചന്ദ്ര, എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാ സ്തുതികളും കൂടി പറയാൻ സമയമില്ല കേട്ടോ. എന്താ പറയുന്നത് നോക്കൂ, അതിൽ പ്രധാനപ്പെട്ട എസൻസ് പറയാം. ത്വൽ ഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായിടണം ഞാൻ. അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യന്മാരുടെ ഭൃത്യന്മാരുടെ ഭൃത്യനായ മതി. എത്രേ വേണ്ടു. വൃത്രൻ എന്താ പറഞ്ഞത് ഭാഗവതത്തില്, ഹരേ കൃഷ്ണ, എന്നെ അങ്ങയുടെ പാദസേവകന്മാരുടെ പാദസേവകനാക്കിയാൽ മതി, അല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ട് ഉയർന്ന ഭക്തനൊന്നും ആവേണ്ട. എന്തേ വേണ്ടു, ത്വൽ ഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായിടണം ഞാൻ. അങ്ങയുടെ ഭക്തന്മാരുടെ ദാസവേല ചെയ്യുന്നവരുടെ ദാസനായി, അവരുടെയും ദാസനായി എന്നെ ചെറിയ ഒരു കണികയായി ഭക്തനായി സ്വീകരിക്കണമേ ശ്രീരാമചന്ദ്ര എന്നാ പറയുന്നത്. ഇനി എന്താ സാധാരണക്കാരുടെ പ്രശ്നം, മുനീശ്വരന്മാരാണെങ്കിലും ആശ്രമം കെട്ടിയാലും അവരുടെ കൂടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരിക്കും. പുത്രന്മാര്, ഭാര്യ, അന്ന് ഭാര്യമാരുള്ള കാലഘട്ടമാണ്, ധനം, വീട്, ഇതൊക്കെ എന്താണെന്നറിയോ, ഭയങ്കരമായ ജന്തുക്കളാണ്. ഈ ജന്തുക്കളെ, ഭയാനകമായ ആ ജന്തുക്കളുടെ പൊട്ടക്കിണറ്റിൽ സർവ്വതാ എന്നെ കിടത്താതെ, അതിൽ ബന്ധനസ്ഥനാക്കി ഇടാതെ എന്ത് ചെയ്യണം, ഇത്തിരി സമയമെങ്കിലും ശ്രീരാമചന്ദ്ര അങ്ങയുടെ നാമം ചൊല്ലാൻ തോന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര നല്ല പ്രാർത്ഥനയാ നോക്കൂ, എത്ര നല്ലൊരു സ്തുതിയാ നോക്കൂ. ആദ്യം പറഞ്ഞു എന്നെ ഭക്തന്മാരുടെ ദാസനാക്കി മാറ്റണം. ഇനി ഭക്തനായി ദാസനായി ഈ ഭൂമിയിലൂടെ ജീവിച്ച് പോണെങ്കിൽ നമുക്ക് സഹകരിക്കുന്ന, വീട്ടിലാണെങ്കിലും ആശ്രമത്തിലാണെങ്കിലും കുറേ വ്യക്തികളുണ്ട്, അവരുടെയൊക്കെ കൂടെ കൂടി ഭക്തിയില്ലാത്ത ഒരു മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ ശ്രീരാമചന്ദ്ര എന്ന് പറയാണ്. ഇനി നമ്മുടെ ഈ ശരീരം എന്താ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയായിരിക്കുന്നത്? രമണ മഹർഷി പറയും, മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു ബക്കറ്റാണ് ഈ ശരീരം എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം, ഈ ശരീരത്തിനുള്ളിൽ ഒന്നങ്ങോട്ട് കീറിയ ചോര വരും, രക്തം ഉണ്ട്, മാംസം ഉണ്ട്, മൂത്രം, അമേദ്യം, കുടൽമാല, ഇങ്ങനെ പലതും നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. ഇങ്ങനെ മാലിന്യങ്ങൾ നിറഞ്ഞ, അത് പറയണം, മനസ്സിലാക്കണം. ഈ രാവിലെ അങ്ങോട്ട് നീട്ട് വരുമ്പോൾ വായ അങ്ങോട്ട് തുറന്നാൽ അടുത്താരും നിൽക്കില്ല അല്ലേ, എല്ലാവരുടെ സ്ഥിതി അതന്നെ, പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഭക്ഷണ സാധനം ഇരുന്നിട്ട്. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ വൃത്തികെട്ട ഈ ശരീരം കുളിച്ചാലും തേച്ചാലും വൃത്തിയാവില്ല, വൈകുന്നേരമായ വീണ്ടും മേല് കഴുകണം. ഈ ശരീരത്തിൽ ഇരുന്നിട്ട് അഹങ്കാരം തോന്നിപ്പിക്കല്ലേ ശ്രീരാമചന്ദ്ര, എന്ത് ചെയ്യണം, ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നിപ്പിക്കാതെ ഇത് എന്നായാലും നമ്മൾ വെടിയണം. പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, ശരീരം വെടിയാ, മരണം എന്ന് പറയുമ്പോൾ ഇത് ഉപേക്ഷിക്കാനുള്ള ഒരു വസ്തുവാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് വിശന്നു, ഷുഗറുണ്ട്, എന്ത് ചെയ്തു, മകൾ ഒരു പഴം പുഴുങ്ങിയത് ബാഗിൽ വെച്ച് കൊടുത്തു. പൂ നിൽക്കുമ്പോൾ ഷിവറിങ് വരും അല്ലെങ്കിൽ, അപ്പോൾ ആ പഴം എടുത്ത ക്യൂവിൽ നിന്ന് കഴിച്ചു.
ആര് ബാക്കിയായി? തൊലി ബാക്കിയായി. തൊലി എന്താ ചെയ്യുക? ഉറപ്പാണ് ആ തൊലി കളയണമെന്നില്ലേ? ഒരു വിഷമമില്ലാതെ ആ കീശയിൽ തന്നെ നിറച്ച് നമ്മൾ ബാഗിൽ വെക്കും. അതുപോലെ ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കാനുള്ളതാണ്. ഇത് എത്ര വൃത്തിയാക്കിയാലും ഓരോ രോമകൂപങ്ങളിൽ നിന്നും വിയർപ്പ് വന്ന് ഒരു മാതിരി മണം അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ശരീരം വെടിയാനുള്ളതാണെന്ന് കരുതി ആ ശരീരത്തെ പോഷിപ്പിക്കാതെ എന്ത് ചെയ്യണം? അങ്ങയെ സ്മരിക്കാൻ, അങ്ങയുടെ നാമ ജപ സ്മരണ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമേ. തിരുനാമം ജപിക്കാൻ തോന്നിപ്പിക്കണമേ. നാമം ജപിച്ചാൽ എന്താ കുഴപ്പം? ഭഗവാന്റെ മായ നമ്മളെ മോഹിപ്പിക്കില്ല. അല്ലാത്തവരാണ് എന്ത് നടക്കുന്നത്? കണ്ണിൻ്റെ പിറകെ കാതിൻ്റെ പിറകെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിരിയെങ്കിലും നാമജപ സ്മരണ അല്ലെങ്കിൽ നാമജപ സംസ്കാരം ഉള്ളവരെന്ത് ചെയ്യും? കർക്കിടകത്തിൽ എന്നും ഇവിടെ വന്നിരിക്കട്ടെ, ഇത്തിരി സത്സംഗം രാമകഥ കേൾക്കട്ടെ. എല്ലാ വർഷവും പറയുന്നത് ഒരാളല്ല, ഒരേ ആചാര്യന്മാരാണെങ്കിലും എല്ലാ വർഷവും ഒരേ ഭാഗമല്ല പറയുക, പല തരത്തിലാണ് പറയുക. അതുകൊണ്ടാണ് അത് കേൾക്കാനൊരു ഇമ്പും. ഇവിടെ പറയാണ് സൂര്യൻ പല ജലാശയങ്ങളിൽ നമുക്ക് പലതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് വന്നു, അവിടെ ഒരു കിണറുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കുളമുണ്ട്, സൂര്യനെ അവിടെ കണ്ടു. ഇവിടെ വന്ന് കുളത്തിലിറങ്ങിയപ്പോൾ അവിടെയുണ്ട് ഒരു സൂര്യൻ. ശരിക്കും എത്ര സൂര്യനാണുള്ളത്? ഒന്നല്ലേ ഉള്ളൂ. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഭഗവാനെ അങ്ങും പല സ്ഥലങ്ങളിൽ പലതായി പല രൂപത്തിൽ പല അവതാരത്തിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അങ്ങൊന്ന് മാത്രമേ ഉള്ളൂ എന്ന ബോധം എനിക്ക് ഉണ്ടാക്കി തരണമേ. മോഹിപ്പിക്കരുതേ രാമചന്ദ്ര, അങ്ങയുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. രാമൻ താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശം. ദേഹം നശിച്ചു കഴിഞ്ഞാൽ അങ്ങ് എന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ സായുജ്യം അടയും, മോക്ഷം പ്രാപിക്കും, എന്നിൽ തന്നെ വിലയിക്കും എന്നൊരനുഗ്രഹവും കൊടുത്തു. ഇങ്ങനെ ശരഭംഗാശ്രമം കഴിഞ്ഞ് സുതീക്ഷ്ണാശ്രമത്തിലുള്ള ഭാഗവും കഴിയാണ്. അതായത് ഈ ഭാഗത്തിൽ എന്താണ് തത്വം? കുറച്ച് കൂടുതലുണ്ടത്. സുതീക്ഷ്ണാശ്രമത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് വീണ്ടും വീണ്ടും ഓരോ ആശ്രമങ്ങളിലും ഭഗവാൻ പോകാൻ കാരണം? ആശ്രമ സന്ദർശനം വേണമെന്ന് ഇന്നലെ പറഞ്ഞു. അതായത് ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും അസാധാരണ വീര്യശാലിയാണ്, പ്രസിദ്ധനാണ്. ആര്? അഗസ്ത്യ മഹർഷി. ആ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് സുതീക്ഷ്ണൻ. ഈ അഗസ്ത്യ മഹർഷി ശരിക്കും ആരാന്നറിയോ? മഹാദേവന്റെ വാമനാവതാര, ഒരു ചെറിയ മനുഷ്യനാണ്. പക്ഷേ കുറുമുനി എന്നാ പറയുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവ് അത് അപാരമാണ് എന്ന് മനസ്സിലാക്കുക. അഗസ്ത്യമുനി എന്ന് പറയുമ്പോൾ ഇത്രയും ഉയർന്നതാണെന്നറിയാം, അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാവില്ല. എന്താ ഗ്രന്ഥം പറയണത്? ആളെ നോക്കിയിട്ട് അവരുടെ അറിവ് അളക്കരുത്. ചില ആചാര്യന്മാർ വരും, കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവരാ വേദിയിൽ അങ്ങോട്ട് ഇരുന്ന് ആ വ്യാസപീഠത്തിന് മുന്നിൽ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ മൈക്കയിലൂടെ അതങ്ങനെ ഒഴുകി വരുമ്പോഴാണ് അപ്പോൾ ഇത്ര വലിയ ആചാര്യനായിരുന്നോ മുന്നിലൂടെ കയറിപ്പോയത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും അഗസ്ത്യമുനിയെ കണ്ട ഒരു ചെറിയ വാമനൻ്റെ അത്ര വലുപ്പം. ആ അഗസ്ത്യമുനിയുടെ ഉപദേശം കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് സുതീക്ഷ്ണൻ്റെ ആശ്രമത്തിലേക്ക് ആരെങ്ങോട്ട് കയറി ചെന്ന്? ശ്രീരാമചന്ദ്രൻ കയറി ചെന്നത്. അതുകൊണ്ട് ആളെ വെച്ചിട്ട് അറിവ് അളക്കരുത് എന്നൊരു ഉപദേശം കൂടി ഇവിടെ തരികയാണ്. ഇനി സുതീക്ഷ്ണന് ഒറ്റ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? ശ്രീരാമചന്ദ്രനെ കാണണം. എങ്ങനെ കാണണം? ശ്രീരാമചന്ദ്രനെ കണ്ടേ ഞാൻ അടങ്ങും. നമുക്ക് തോന്നുകയാണ് ഭഗവാൻ ഉണ്ടെന്ന് കുറേ കഥ വായിച്ചു, ഭഗവാനെ ഒന്ന് കാണണം. ഗുരുവായൂർ നടക്കിൽ ചെന്നു, പലർക്കും പല അനുഭവങ്ങളില്ലേ. ഇതുപോലെ സുതീക്ഷ്ണൻ തീരുമാനിച്ചു, ശ്രീരാമചന്ദ്രനെ കണ്ടാൽ മാത്രമേ ഞാൻ അടങ്ങൂ. എന്ത് ചെയ്തു? മുനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പത്തില്ല. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും സമ്പത്ത് വേണമെന്ന്. അധികാരവും ഇല്ല ഇല്ലേ? രാജാക്കന്മാർക്കാണ് അധികാരമുള്ളത്. നിർമ്മലമായ ഭക്തി മാത്രമാണ് മുനീശ്വരന്മാർക്കുള്ളത്. അതിലും വലിയ ഒരു പ്രിയം ആർക്കില്ല? ഭഗവാനില്ല. ഭഗവാന് സമ്പത്തിനോടാണോ ഇഷ്ടം? അല്ല. ഭക്തി ആരിലുണ്ടോ, ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. രാമായണം പറയുന്നു, ഭക്തി ആരിലുണ്ടോ അവനിൽ ഭഗവാൻ പ്രസാദിക്കും. ഇനി ഇവിടെ ഗുരുവിൻ്റെ പ്രസക്തിയെ കുറിച്ച് പറയാം. അഗസ്ത്യമുനി സമർപ്പണ ഭാവത്തോടെ ഭഗവാനെ വിളിക്കുക.
അതുകൊണ്ട് തന്നെ ആ അഗസ്ത്യ മുനി ഏതെല്ലാം ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തുവോ അവർക്കെല്ലാം ഭഗവാനെ കാണാനാവും. ഇവിടെ അഗസ്ത്യരുടെ ഉപദേശം ആരെ രക്ഷിച്ചു? സുതീക്ഷ്ണനെ രക്ഷിച്ചു. സുതീക്ഷ്ണൻ ആരെ കണ്ടു? ഗുരുവിൻ്റെ ഉപദേശത്താൽ ശ്രീരാമചന്ദ്രസ്വാമിയെ കണ്ടു. അതായത് ഭഗവാനെ കാണണമെങ്കിൽ ആര് വേണം? ഒരു സൽഗുരു ലഭിച്ചിടും. ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കുക. അപ്പോൾ ഭഗവാനായി തന്നെ നമുക്കൊരു സൽഗുരുവിനെ കാണിച്ചു തരും. ഇവിടെ സുതീക്ഷ്ണൻ എന്താ ചെയ്ത്? രാമനെ തേടി അങ്ങോട്ടൊന്നും പോയില്ല. ആശ്രമത്തിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വന്നു. നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന ആശ്രമത്തിലേക്ക് ആരെ ക്ഷണിക്കണം? ഭഗവാൻ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം എന്ന് പറയുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, ഈ ക്ഷേത്രത്തിനേക്കാൾ വലുതാ. മനുഷ്യനിർമ്മിതമായി വച്ചിരിക്കുന്ന ക്ഷേത്രത്തെക്കാൾ വലിയ ശുദ്ധമായ ക്ഷേത്രമാണ് മനുഷ്യൻ്റെ ഹൃദയം, മനസ്സ്. അത്രയും ശുദ്ധമാക്കി വെക്കണം നമ്മുടെ മനസ്സ് എന്നാ പറയുന്നത്. ഇനി അടുത്ത ഭാഗം, ഇന്ന് പറയേണ്ട അവസാനം 5ാമത്തെ ഭാഗം, അഗസ്ത്യ സന്ദർശനം. അഗസ്ത്യമുനിയെ കുറിച്ചാണ് പറയുന്നത്. അഗസ്ത്യമുനി ആരാന്നാ പറഞ്ഞത്? ശിവന്റെ വാമനാവതാരം. ഈ സുതീക്ഷ്ണനോടൊപ്പം ഒരു ദിവസം ആര് താമസിച്ചു? ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട്. അവിടെ അങ്ങനെ താമസിച്ചാൽ മതിയോ? മുനീശ്വരന്മാർ ഗ്രാമങ്ങളിൽ വന്നാൽ 3 ദിവസത്തിനകം പോത്രേ, അവിടെ താമസിക്കില്ല, കൂടുതൽ സമയം തങ്ങില്ല. മനുഷ്യൻ അങ്ങനെയാണോ? വിരുന്ന് പോയാൽ മുത്തശ്ശൻ എന്താ പറയുക? മരുന്നും വിരുന്നും 3 ദിവസം അത്രേ പാടുള്ളൂ എന്നാ. മറ്റുള്ളവർക്ക് നമ്മൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും. ഇപ്പൊക്കെ വീടുകളിൽ പോയി നോക്കൂ, എല്ലാവരും ഒന്നും പുറത്തേക്ക് വരില്ല. പണ്ടൊക്കെ നമ്മളൊരു വീട്ടിൽ സന്ദർശിച്ചാൽ അമ്മയും അച്ഛനും കുട്ടികളും ഒക്കെ പുറത്തേക്ക് വരും. ഒരു വിരുന്നുകാരൻ വന്ന അതിഥി ദേവോ ഭവ പഠിപ്പിച്ചിരുന്നു. ഇന്നെന്താ ചെയ്യുക? ആ ഉമ്മറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വന്ന് മാത്രം സംസാരിക്കും. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് കിട്ടിയാൽ മതി എന്ന് തോന്നും. കാരണം അതിഥികളെ ഇഷ്ടമല്ലാത്തൊരു തലമുറ ഇപ്പോൾ ഉള്ളത്. ഇവിടെ സുതീക്ഷ്ണാശ്രമത്തിൽ ഭഗവാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഒരു ദിവസം താമസിച്ചു. അവിടെ കൂടി എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ഭാഗ്യം എന്താ? ഭഗവാനല്ലേ വന്നിരിക്കുന്ന ആശ്രമത്തിൽ. എന്നിട്ട് പറയാണ് സംസാരത്തിനിടയിൽ, അങ്ങയുടെ ഗുരു ഇല്ലേ അഗസ്ത്യമുനി, അഗസ്ത്യമുനിയെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താ? എൻ്റെ ഗുരുവാണ് അഗസ്ത്യമുനി, അങ്ങയെ ഞാൻ കൊണ്ടുപോകാം എന്ന് സുതീക്ഷ്ണൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവർ യാത്ര തുടങ്ങി. യാത്ര ചെയ്ത് കുറേ സ്ഥലം ഉച്ച സമയം എത്തിയപ്പോൾ ദണ്ഡകാരണ്യല്ലേ, കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി. കല്ലും മുള്ളും കുത്തിയിട്ട് ചൂടാണ്. നടക്കുമ്പോൾ നല്ല വെയിലായി. ഉച്ചയായപ്പോൾ എന്ത് ചെയ്യാണ്? ഒരാശ്രമം കണ്ടു. ആ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ആ സമയത്ത് ഈ അഗസ്ത്യമുനിയുടെ അനുജൻ്റെ ആശ്രമമാണത്രേ അത്. അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. അദ്ദേഹം ഭോജനമൊക്കെ നൽകി ഇവരെന്നെ സ്വീകരിച്ചു, അവിടെ ഇരുത്തി. പിന്നെ രാത്രിയായി സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സത്തുക്കളോട് സംസാരിച്ചാലേ സമയം പോണതറിയില്ല. ഭഗവാനോടല്ലേ സംസാരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു, സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യില്ല, യാത്രയൊന്നും പോവില്ല. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് പശു മുളഞ്ഞാൽ എന്താ? പാല് കൊടുക്കില്ല, മോര് കൊടുക്കില്ല പറയില്ലേ, അതന്നെ. സന്ധ്യ കഴിഞ്ഞപ്പോൾ പറയാണ് അഗസ്ത്യമുനിയുടെ അനുജൻ, ഇനി ശ്രീരാമചന്ദ്ര ഇന്ന് പോവേണ്ട, ഇവിടെ കൂടിക്കോളൂ. അങ്ങനെ അന്ന് അവിടെ കൂടി. പിറ്റേ ദിവസം രാവിലെ ഈ ആദിത്യ മര്യാദയൊക്കെ സ്വീകരിച്ചതിന് ശേഷം എന്താ? എഴുന്നേറ്റു, നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. അഗസ്ത്യാശ്രമത്തിലേക്ക് യാത്ര പോവാണ് ഇവര്. അപ്പൊ ആര് കൂടെ ഉണ്ട്? സുതീക്ഷ്ണ മഹർഷി ആശ്രമമൊക്കെ പൊട്ടി കൂടെ വന്നിട്ടുണ്ട്. ആ സുതീക്ഷ്ണന്റെ കൂടെ ഭഗവാൻ സീതാസമേതനായി ലക്ഷ്മണനോടുകൂടി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ വലിയ ആശ്രമം, ചെറിയ ആശ്രമമൊന്നുമല്ല. ആരാ? അഗസ്ത്യമുനിയാ. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, വലിയ ആശ്രമം. ആ ആശ്രമത്തിന് മുന്നിലെത്തിയപ്പോൾ സുതീക്ഷ്ണൻ പറഞ്ഞു, ശ്രീരാമചന്ദ്ര അങ്ങ് ഇവിടെ നിന്നോളൂ, ഞാൻ പോയി ഗുരുവിനെ അറിയിക്കട്ടെ. ഗുരു എപ്പോഴും ഭഗവാനേക്കാൾ മുകളിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇവിടെ എന്ത് ചെയ്തു? സുതീക്ഷ്ണൻ ആശ്രമത്തിനകത്തേക്ക് ചെന്നു. എന്നിട്ട് ഗുരുവിനെ വന്ദിച്ചു. എന്നിട്ട് പറയാണ്, ആശ്രമ കവാടത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണം, അങ്ങയെ കാണണം എന്ന് പറയുന്നുണ്ട്. നമസ്കരിച്ചു. അപ്പോൾ കേട്ടതും മഹർഷിക്ക് സന്തോഷമായി. അവർക്ക് ഉൾക്കണ്ണുകൊണ്ട് അറിയാം, കാത്തു നിൽക്കേണ്ട കാര്യം ഇല്ലല്ലോ, ശ്രീരാമചന്ദ്രനല്ലേ, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്തു എന്നോ, പുറത്തേക്ക് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നു. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കില്ലേ ഉമ്മർത്ത് വന്നിട്ടൊരു കാത്തു നിൽക്കൽ. ചിലരും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ദേ ഇവിടെ എത്താറായിട്ടോ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറെ ഞാൻ ഗേറ്റിലുണ്ട് എന്ന് പറയും. അങ്ങനെ ഈ ആശ്രമത്തിൽ എത്താറായി എന്നറിഞ്ഞപ്പോൾ ആരാ വരുന്നേ? ശ്രീരാമചന്ദ്രൻ.
ബ്രഹ്മദേവനെ പോലെ തേജസ്സുണ്ടത്രേ അഗസ്ത്യമുനിക്ക്. എന്താ കാരണം? ശിവന്റെ അവതാരാണ്. ഇങ്ങനെ തേജോമയനായ ജ്ഞാനസ്വരൂപിയായ ആ മഹർഷി ഭക്തി ബഹുമാനങ്ങളോടെ, ഇവിടെ ഭയം പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ഭയം പറഞ്ഞിരുന്നു. ഭയം എപ്പോഴാ? ഗുരുവിനെ ഭയം ഉണ്ടാവുക. എന്താ കാരണം? ഇപ്പം നിങ്ങളുടെ മാതൃസമിതി അല്ലേ, നാരായണീയം പഠിപ്പിച്ചു, രാമായണം വായിക്കാൻ പഠിപ്പിച്ചു, ആ സമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ ഗുരുവിൻ്റെ ദേഷ്യം നമുക്ക് സഹിക്കില്ല. അപ്പം നമുക്ക് ഭയം കുറച്ചുണ്ട്. ഭയം ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കുകയുള്ളൂ, ശരിക്കും ഭയഭക്തി തന്നെ. പക്ഷെ ഇവിടെ എന്താ? ഭയമൊന്നും ആവശ്യമില്ല. കാരണം എന്താ? ഭഗവാൻ തന്നെ വരുന്നത്. ഭക്തിയുണ്ട്, ബഹുമാനമുണ്ട്. ഭക്തി ബഹുമാനത്തോടെ ഭഗവാനെ ആരോടുകൂടി കാണുന്നത്? സീതാലക്ഷ്മണന്മാരോടുകൂടി കാണാൻ പോവാണ്. മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ആ അഗസ്ത്യ മഹാമുനി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. മഹർഷിയെ ആരാ നമസ്കരിക്കുന്നതെന്നറിയോ? ശ്രീരാമൻ അങ്ങോട്ടാ നമസ്കരിക്കുന്നത്. കാരണം എന്താ? ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുക. അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞാൽ എത്രയോ ശിഷ്യഗണങ്ങളുള്ള വലിയ ആശ്രമത്തിലുള്ള വ്യക്തിയാണ്. പ്രായം കൊണ്ടും മഹർഷീശ്വരൻ താടിയും തലയൊക്കെ നരച്ചിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ ചെറിയ കുട്ടിയാണ്, ബാലകനാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തി ബഹുമാനത്തോടുകൂടി. ഇപ്പം എന്താ മനസ്സിലായില്ലേ ഭയമില്ലാത്തത്? അത് സാക്ഷാൽ ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ, ആശ്രമവാസി. മറ്റേതാരാ? മഹാപുരുഷന്റെ അവതാരം തന്നെയാണ്. അങ്ങനെ സാഷ്ടാംഗം വീണ് ഭഗവാൻ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ ഈ ചെറിയ ആളല്ലേ, വാമനാവതാരത്തിൻ്റെ അത്രയേ ഉള്ളൂ, എങ്കിലും ആ മുനീശ്വരൻ ഭഗവാനെ, ബാലകനല്ലേ, പൊക്കി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, അനുഗ്രഹിച്ചു. ഇങ്ങനെ കുശല പ്രശ്നം നടത്തുകയാണ്. ഈ ആശ്രമത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാനോട് ഇരിക്കാൻ പറഞ്ഞു. സീതാദേവിയെ അവിടെ ഇരുത്തി ലക്ഷ്മണനോടുകൂടി അവരവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്ത്യൻ സ്തുതിക്കുകയാണ്. ഈ സ്തുതി നാളെ മുരളി മാഷ് പറയും. ഇനി ഈ തത്വം കൂടിയും പറഞ്ഞിട്ട് നിർത്താം, ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഗുരുവിൻ്റെ വാക്ക്, അതാണ് ഇതിലെ തത്വം. അതായത് നമ്മളുടെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും. വീട്ടിൽ നിന്ന് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആ അച്ഛനും അമ്മയും എന്ത് പറയണോ, ഇപ്പോൾ അമ്പലത്തേക്ക് കൊണ്ടുപോയി തൊഴുതോ, വീട്ടിലൊരു വിളക്ക് വെച്ചു, അതായിട്ട് കഴിയും. അത് മാത്രം പോരാ, ആത്മീയമായിട്ട് ഉയരാൻ എന്ത് വേണം? ഗുരു ആവശ്യമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നവനാ ഗുരു. അപ്പോൾ ഗുരുവിന് നമുക്കൊരു ദിശ കാട്ടാനാവും. ദിശ കാട്ടുമെന്ന് പറയുമ്പോൾ ധർമ്മയുദ്ധത്തിന് മുമ്പ് ഗുരുവിൻ്റെ അനുഗ്രഹം തേടണം. ഇവിടെ ആരാ ധർമ്മയുദ്ധം ചെയ്യാൻ പോകുന്നത്? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്യാൻ, രാവണനെ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയേ തീരൂ. കുലഗുരു വസിഷ്ഠനൊക്കെ തിരിച്ചു പോയി, ഇപ്പം ഇവിടെ ഇല്ല. അപ്പം ആര് വേണം? ആശ്രമത്തിൽ ഏതാണോ ഗുരുവായി, എല്ലാ തപസ്വീശ്വരന്മാരുടെയും ഗുരുവായിരിക്കുന്നത്, അവരുടെ അനുഗ്രഹം തേടണം. മറ്റൊന്ന് ഗുരുവിൻ്റെ വാക്ക്. ജീവിതത്തിൻ്റെ ദിശ മാറ്റുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതിലൂടെയൊക്കെയോ ദണ്ഡകാരണ്യത്തിലൂടെ നടന്നു, എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇവിടെ നാളെ നിങ്ങൾ കാണും, പഞ്ചവടിയിൽ പ്രവേശിക്കൂ, അവിടെ താമസിക്കൂ എന്നാ പറയുന്നത്. പഞ്ചവടിക്ക് ഒരുപാട് തത്വങ്ങളുണ്ട്. മറ്റൊന്നൊരു ആയുധം കൊടുക്കും, എന്നിട്ടാ പറയാ, എന്താ പറയാന്നറിയോ? ഉന്നമഗസ്ത്യ തപോധനാദരാൽ തന്ന ശാപം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭു. കഴിഞ്ഞ വർഷം ആ ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. അതായത് അഗസ്ത്യമുനി ഒരു ആയുധം കൊടുക്കുന്നുണ്ട്. ആരെ വധിക്കാൻ? ആദിത്യ ഹൃദയമൊക്കെ ജപിച്ചിട്ടും ഭഗവാന് രാവണനെ കൊല്ലാൻ കഴിയുന്നില്ല. അപ്പം മാതലി ഉപദേശിക്കും, അന്ന് ഇങ്ങനെ ഒരു ആയുധം അഗസ്ത്യ മഹർഷി തന്നില്ലേ, അത് വെച്ച് വധിക്കാം എന്ന്. ഇവിടെ മഹർഷി നൽകിയ ആയുധം കൊണ്ടാണ് രാമൻ രാവണനെ വധിക്കുന്നത്. ധർമ്മമാർഗവും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ധർമ്മമാർഗം ഉപദേശിക്കാൻ, ആത്മീയമായ ഉന്നതിയിലെത്താൻ ഉപദേശം തരാൻ ആർക്കേ കഴിയൂ? ഗുരുക്കന്മാർക്കേ കഴിയൂ. ആരാ ഗുരുക്കന്മാർ? ജ്ഞാനം നേടിയവരാണ് ഗുരുക്കന്മാർ. ഇത്തിരിയൊക്കെ അറിവ് വേണം. നമ്മുടെ നാട്ടിലൊക്കെ എഴുത്തിന് വെക്കൂലേ, പ്രമുഖരെയൊക്കെ വിളിച്ചിട്ട്, പത്രക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ എഴുത്തിന് വെക്കും. അതിലും വിവരമുള്ളവരുണ്ടാവും കേട്ടോ. പക്ഷേ ഈ വൃദ്ധ തപസ്വിനി, വൃദ്ധ മാതാവിൻ്റെ രൂപത്തിലിരിക്കുന്ന വ്യക്തിയാണത്രേ കുട്ടിക്ക് ആദ്യാക്ഷരം കുറിക്കാൻ യോഗ്യത ഉള്ളവർ. അത് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ എഴുത്തിൻ്റെ മേഖലയിൽ പ്രമുഖരായിരിക്കാം, ആത്മീയമായ ജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവരെ എഴുത്തിന് വെച്ചാൽ ആ കുട്ടി ആത്മീയമായിട്ട് വളരും തോന്നുന്നുണ്ടോ? അതുകൊണ്ട്
ആത്മീയമായ ജ്ഞാനം നേടിയ ഗുരുക്കന്മാരുടെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തിനാ? ആത്മീയ ഉന്നതി നേടാൻ. ഇനി മറ്റൊന്ന്, ശരിക്കും എല്ലാ മഹർഷീശ്വരന്മാരും ഭഗവാനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു, അങ്ങോട്ട് നമസ്കരിച്ചു. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായേ? ഭഗവാൻ മഹർഷിയെ കണ്ടപ്പോൾ അഗസ്ത്യനെ അങ്ങോട്ട് നമസ്കരിച്ചു. കാരണം വിനയം. ഭഗവാൻ പരബ്രഹ്മമൂർത്തിയാണ്, എങ്കിലും ശ്രീരാമൻ അറിയാം ഞാനിപ്പോൾ മനുഷ്യനായി അവതരിച്ച രൂപമാണ്, മനുഷ്യൻ തന്നെയാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ, മഹർഷീശ്വരന്മാരെ നമ്മൾ വന്ദിക്കണം, ബഹുമാനിക്കണം. വിനയം എപ്പോഴും നമ്മളെ ഉയർത്തും. താഴ്മതാൻ അഭ്യുന്നതി എന്ന പാഠവും നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ് ഈ അവതാരം. ഇന്ന് ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇനി പറയണോ, സംശയമുണ്ടോ ചോദിക്കാം. 5 മിനിറ്റും കൂടി ഉണ്ട്. ഇനി ഒരുപാട് കാലമായി പ്രഭാഷണങ്ങൾ കേൾക്കണു. എന്തിനാണ് ഈ പ്രഭാഷണം ഇങ്ങനെ കേൾക്കണേ? നല്ലൊരു സദസ്സ് അല്ലേ? പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കലികാലത്തിൽ ഇന്നലെ പറഞ്ഞു ജ്ഞാനയജ്ഞാണ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെന്താ? യാഗങ്ങൾ, ഹോമങ്ങൾ, അശ്വമേധ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന് തുല്യമാണത്രേ ഈ ജ്ഞാനയജ്ഞം. കലികാലത്തിൽ വലിയ ഹോമം നടത്തിയതിൻ്റെ പുണ്യം, വലിയൊരു തപസ്സനുഷ്ഠിച്ചതിൻ്റെ പുണ്യം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രഭ ചൊരിയുന്ന ഭാഷണം. ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ പേര്, മറ്റുള്ളവർക്ക് നിവൃത്തിയില്ല, സെക്യൂരിറ്റി വന്ന് നീങ്ങുമെന്ന് പറയുമ്പോൾ എഴുന്നേറ്റേ പറ്റൂ. പക്ഷേ നിങ്ങൾ ഈ മുന്നിലിരിക്കുന്നവർ ഇത്രയും സമയം ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നില്ലേ? അതാരുടെ കഴിവാ? ആ ശ്രീലകത്ത് ഭഗവതി ഇരുന്ന് തീരുമാനിക്കുക, ഇന്ന വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ട്, ഇന്ന സംശയങ്ങൾ അവർക്ക് തീർത്തു കൊടുക്കണം. ഇത്രയും കാലം കേട്ടപ്പോൾ മനസ്സിലാവാത്ത ഒരു കാര്യമെങ്കിലും ഇന്ന് കിട്ടിയില്ലേ? കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? കിട്ടിയെന്നുള്ളവരൊന്ന് കൈപൊന്തിച്ചേ. അങ്ങനെ സന്തോഷമായി. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്തിനാ ഈ ശരീരം കിട്ടിയേ അല്ലേ? പല പ്രായക്കാർ ഇവിടെ ഉണ്ട്. കുട്ടിയാകുമ്പോൾ നമ്മൾ ഓടിച്ചാടി നടന്നു, ശ്രീരാമചന്ദ്രൻ ബാലകാണ്ഡത്തിൽ ഓടിച്ചാടി നടന്നു, സന്തോഷമായിട്ട് അയോധ്യയിൽ ജീവിച്ചു, ഒരു പ്രാരാബ്ദവും അറിഞ്ഞില്ല. പക്ഷേ എന്നും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല, ശരീരം മാറും. മാറ്റം പ്രകൃതി നിയമമാണ്. ആ ഒരു തത്വം മനസ്സിലാക്കുക. പൊരുളറിഞ്ഞ് ജീവിക്കുക. എന്താ പൊരുള്? ഈ ശരീരം ഉപേക്ഷിക്കണം. ശരീരം തന്നെ നമ്മളോട് പറയുകയാണ് കുറച്ച് കഴിയുമ്പോൾ, എനിക്കിൻ്റെ കാല് കടഞ്ഞിട്ട് ഇരിക്കാൻ വയ്യാട്ടോ അല്ലേ? ചില മുത്തശ്ശിമാർ പറയും പ്രഭാഷണത്തിൽ ചെന്നാൽ, ടീച്ചറെ ഞാൻ മുന്നിലൊക്കെ ഇരിക്കും, പക്ഷേ ഇടയ്ക്ക് ഒന്ന് എഴുന്നേൽക്കൂട്ടോ. 2.5 മണിക്കൂർ കഴിഞ്ഞു. തവനൂർ വാസുദേവപുരം ഒരു മാലയൊക്കെ ഇട്ടിരുന്നു. ഞാൻ ചോദിച്ചു എപ്പോഴാണ് എഴുന്നേറ്റേ? മറന്നു. അത് എഴുന്നേറ്റില്ല, വേദനയൊന്നും അറിഞ്ഞില്ല. പ്രഭാഷണത്തിൻ്റെ മഹത്വം. ഈ വേദന ഒരു ശരീരത്തിനുള്ള വേദന എല്ലാവർക്കും ഉള്ളതാ. പക്ഷേ ആത്മീയമായ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെ മറന്ന് ഭഗവാനായിത്തീരും. ഭഗവാനിലേക്ക് തന്നെ അങ്ങോട്ട് ലയിക്കും നമ്മൾ. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആത്മാനുഭൂതി കിട്ടുന്നത്. നമുക്ക് 3 തരം ആനന്ദ ഇന്നലെ പറഞ്ഞില്ലേ? വെറുതെ ലൗകികാനന്ദം ഇതെന്നും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുമോ? ശരീരം മാറ്റങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നമ്മളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും വീക്കായി കൊണ്ടിരിക്കും, അസുഖങ്ങൾ വരും. വായിക്കണം. അതുകൊണ്ട് അത് മനസ്സിലാക്കുക, പൊരുളറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സമാധാനപരമായിട്ട് നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ, ശരീരത്തിലെ വേദനകളെക്കുറിച്ച്, അസുഖങ്ങളെക്കുറിച്ച് ഓർക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, വേദനകൾ ഭഗവാൻ തരും. എന്തിനാ? ഭഗവാനോട് ഒന്നും കൂടി സ്ക്രൂ മുറുക്കുകയാണത്രേ. എനിക്ക് ഇത്തിരി പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? ഇത്തിരി ഒന്ന് അമ്പലത്തേക്ക് പോകണം, ഗ്രന്ഥം വായിക്കണം. ഈ എല്ലാ കാലങ്ങളിലെ മറ്റു യുഗങ്ങളിലെ പോലെ കഠിനമായ തപസ്സൊന്നും വേണ്ട. കലികാലത്തിൽ എന്തേ വേണ്ടൂ? നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും എന്ന് ഞാനപ്പനെ പറയുന്നുണ്ട്. നാമജപം മാത്രം മതി നമുക്ക് മോക്ഷം കിട്ടാൻ എന്ന് പറയാം. അപ്പം എന്തേ വേണ്ടു? ഇത്തിരി ക്ഷേത്രങ്ങളിൽ പോവുക, ഇത്തിരി നാമജപം ഉണ്ടാവുക, ഇത്തിരി സത്സംഗം കൂടുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, ഒന്നിച്ചിരുന്ന് കൂട്ടമായി ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് സമർപ്പിക്കുക. ഇത്തിരി സമയം ജപം, ധ്യാനം, ഇത്രയൊക്കെ മതി. ഭഗവാൻ ആ സമയമായ നമ്മളെ വേണ്ട പോലെ മോക്ഷം തന്നെ അങ്ങോട്ട് സ്വീകരിക്കും. ഇനി ഇപ്പോൾ ചൊല്ലണോ? എന്തായാലും പൊന്നമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, യജ്ഞം സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു കീർത്തനം ചൊല്ലാം.
ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. ഒരു നാമെങ്കിലും ചൊല്ലിയാൽ അത്രയും നമ്മളുടെ ദുരിതം തീരുന്ന നാണമാകുന്നു തഥാ അതിനെന്താവതിപ്പോൾ. അതുകൊണ്ടല്ലേ ജപിക്കാത്ത? ഉറക്കെ ജപിക്കൂ. മറ്റുള്ളവർ കേട്ടില്ലേ? ഒരൊറ്റ നാമം കേട്ടാ കുട്ടി കുഞ്ഞൻ പോലും എന്തൊരു ഉത്സാഹത്തിലാണ് അത് ഉറക്കെ ജപിക്കുക. നമ്മളുടെ ശ്രീകൃഷ്ണ ജയന്തി വന്ന ശോഭായാത്രയിൽ വലിയ ശോഭയൊന്നും നമുക്ക് കാണില്ല അല്ലേ? അലങ്കാരമൊക്കെ കേമായിരിക്കും. നാവ് എന്തിനാ കിട്ടിയേ? നാമം ജപിക്കാനാ. അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാഞ്ഞു, പറയേണ്ടതൊക്കെ മറന്നു പോയോ. തൊഴുകയ്യുമായി ഞാൻ നിന്നപ്പോൾ എൻ ചുണ്ടു കൊതിയോടെ കണ്ണാ വിളിച്ചു പോയി. കൃഷ്ണ ഹരേ ജയ, രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു, വാക്കിടറുന്നു, വിയർത്തിടുന്നു. അപ്പോഴുമെന്നുള്ളിൽ നിന്നുമുയർത്തുന്ന കണ്ണായെന്നുൾ വിളി കേട്ടു ഞാനും. കൃഷ്ണ അരികത്തു വന്നെൻ്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമൂടി വീണു ഞാൻ തൃപ്പാദത്തിൽ. അവിടെ കിടന്നു കൊണ്ടവിടുത്തെ കാൽ തളിർ അടിയൻ്റെ മൂർധാവിൽ വെച്ചു ഞാനും. കൃഷ്ണ ഹരേ ജയ, തുളസിപ്പൂഗന്ധം പരക്കുന്ന പാദത്തിൽ തുള്ളിക്കളിക്കും മനസ്സുമായി. നഗരത്ന ശോഭിത പാദപത്മങ്ങളെ മുഖമാണഞ്ഞു ഞാൻ മുത്തമിട്ടു. പട്ടിൻ്റെ തുമ്പിൽ പിടിച്ചു ഞാൻ മേലോട്ടു മുട്ടുകുത്തിക്കൊണ്ടുയർന്നു നിന്നു. പീതാംബരം പോലെ ചേതോഹരാംഗനെ പ്രീതി പുണ്ടേറ്റം പുണർന്നു നിന്നു. കൃഷ്ണ ഹരേ ജയ, തൊണ്ടിപ്പാഴച്ചുണ്ടിലൂറുന്ന പുഞ്ചിരി കണ്ടാലും കണ്ടാലും ആശ തീരാ. സുന്ദര നാസിക കർണങ്ങളും സർവ വന്ദിത ശ്രീമുഖം പാർത്തു ഞാനും. ചീകിച്ചൂരുൾ മൂടി ചാർത്തിയ പീലിയിൽ മാറിൽ പടർന്നു ഞാൻ തൊട്ടുവല്ലോ. ആടുന്ന പീലിക്കണ്ണെന്നോടു ചോദിച്ചു, ആനന്ദമിങ്ങനെ വേറെയുണ്ടോ. എന്തു ഞാൻ ചൊല്ലേണ്ടു വേണ്ടെനിക്കൊന്നുമേ,
എന്താകിലും കണ്ണനോളമില്ല. വിട്ടുപിരിയാതിരിക്കുവാൻ ഞാനിന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. കൃഷ്ണ ഹരേ ജയ. മതി. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ. ഒരു നാളും തരി പോലും മാറാതെ കാൽച്ചോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണാ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അപ്പോൾ ഈ വർഷത്തെ രാമായണ മാസം, എൻ്റെ ഇവിടുത്തെ രാമായണ മാസം ഇവിടെ ഇങ്ങനെ സമാപിക്കുകയാണ്. ഒരുപാട് കഥകൾ പറയുമ്പോൾ, തത്വങ്ങൾ പറയുമ്പോൾ ശ്രീ ഭഗവതി തൊണ്ടയിൽ വന്ന് മേധയായി ബുദ്ധിയായി നിങ്ങളിലേക്ക് അങ്ങനെ ഒഴുകി വരിക ഒന്നും ആരുടെയും കഴിവല്ല. അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ നിങ്ങളുടെ മുന്നിൽ വരട്ടെ. ഒരുപാട് തത്വം അർത്ഥം ചേർത്ത രാമകഥകൾ അങ്ങനെ വഴിഞ്ഞൊഴുകട്ടെ. ദുർഗ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദുർഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നലെ പറഞ്ഞേ മറന്നുവല്ലോ ടീച്ചറെ. ദുർഗാണി താരയതി ഇതി ദുർഗ. ദുർഘടങ്ങളെ എല്ലാം തരണം ചെയ്യാൻ സഹായിക്കുന്നവളാണ് ദുർഗ. ആ ശ്രീ ദുർഗ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യജ്ഞം ഞാൻ ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഹരിതത്സം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 2 ദിവസമായി ഇവിടെ രാമായണ പ്രഭാഷണം നടത്തി രാമായണത്തിന്റെ ആന്തരിക അർത്ഥങ്ങൾ വളരെ ലളിതമായി നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ടീച്ചർ പ്രവർത്തനങ്ങളിന് മുന്നിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അവർക്കുള്ള ഉപഹാര സമർപ്പണം കൂടി നടത്തപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ഓപ്പൺ